സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ EWS സെൻസസ് ഇതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ സംസാരിക്കാൻ എത്ര സമയം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ ഇത് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്യണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കണം, ഡിസ്കസ് ചെയ്യണം, അതിനൊരു സ്പഷ്ടത ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഉദ്ദേശം. പക്ഷെ അതിന് മുമ്പിൽ ഒരു പശ്ചാത്തലമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ഈ സമരത്തിലേക്ക് പോകുമ്പോൾ ഈ വളരെ ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ എന്തിന് നമ്മൾ പോരാടുന്നു എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഇതിൽ ആദ്യം ഇത് എഴുത്തച്ഛൻ സമാജമാണ്, മഹത്തായ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയുടെ സമാജമാണ്. അപ്പം ഈ വലിയൊരു സമുദായമാണ്. അപ്പം ഈ സമുദായമാണ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ഈ സമുദായത്തിൻ്റെ റോളാണ് വാസ്തവത്തിൽ EWS ആയാലും സെൻസസ് ആയാലും സമുദായത്തിൻ്റെ സ്ഥാനം എന്താണ്, റോൾ എന്താണ് ഇന്ത്യയുടെ ഭാവിയിൽ? ഇതാണ് കേന്ദ്ര പ്രശ്നം. അതാണ്. അതോ ഈ സമുദായങ്ങൾ ഒരു അപകടമാണ്? ഇന്ത്യയുടെ ഭാവിയിൽ നോക്കുമ്പോൾ സമുദായങ്ങൾ ജാതികളാണോ? എന്താണ് ഈ സമുദായങ്ങൾ? ഈ സമുദായങ്ങൾ നിലനിൽക്കണോ ഇല്ലയോ? ഈ തലമുറയ്ക്ക് വലിയൊരു ഇത് തീരുമാനിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ. ആക്ച്വലി ഈ സമുദായങ്ങൾ നമ്മൾ സംരക്ഷിച്ചില്ല എങ്കിൽ ഇതില്ലാതാകും. പിന്നെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയാൽ അവിടെ ഉണ്ടായിരുന്ന എത്രയോ സമുദായങ്ങൾ കംപ്ലീറ്റ്ലി ഇല്ലാതെയായി, ദുർബലരായി, ദരിദ്രരായി കഴിഞ്ഞു. അപ്പൊ ഈ സമുദായം എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദായത്തിനെ നിലനിർത്തണോ വേണ്ടയോ? അത് നമ്മളുടെ വ്യക്തിപരമായ ഹിതത്തിനായാലും സമുദായത്തിന്റെ ഹിതത്തിനായാലും രാജ്യത്തിന്റെ ഹിതത്തിലായാലും ഈ സമുദായത്തിന് എന്താണ് ഒരു ഭൂമിക എന്നുള്ള. അപ്പൊ ഇതിൽ എൻ്റെ അഭിപ്രായം സമുദായങ്ങളെ ശക്തമായി നിലനിർത്തണം എന്നാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം 1-2 കാര്യങ്ങൾ. ഇന്ത്യയുടെ വലിപ്പം. ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയുടെ വലിപ്പം നമുക്ക് പലർക്കും മനസ്സിലാകുന്നില്ല. പലരും നമ്മളോട് പറയുന്ന ഇന്ത്യ ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഭൂട്ടാനിൽ പറയുന്ന പോലെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പറയുന്ന പോലെയാണ് നമ്മൾ പറയുന്നത്, ചെറിയൊരു രാജ്യം. പക്ഷെ ഇന്ത്യയുടെ സൈസ് അറിയണമെങ്കിൽ 2 ഫാക്ട്സ് ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു 2-3 മിനിറ്റ് എടുക്കുകയുള്ളൂ. ഒന്ന്, ഇന്ത്യ എന്ന രാജ്യത്തിൽ ജനസംഖ്യ നോക്കിയാൽ, ഇപ്പൊ സെൻസസും EWS എല്ലാം ജനസംഖ്യയായിട്ട് ബന്ധിതമാണ്. പക്ഷെ ജനസംഖ്യ നോക്കിയാൽ 12 രാഷ്ട്രങ്ങളുടെ ജനസംഖ്യ ഇന്ത്യയുടെ ഉള്ളിലുണ്ട്. ഇത് സാധാരണ രാജ്യങ്ങളല്ല. ഇന്ത്യയുടെ ജനസംഖ്യ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഏറ്റവും ജനസംഖ്യയുള്ള 10 സംസ്ഥാനങ്ങൾ എടുത്താൽ അവരുമായിട്ട് അതേ ജനസംഖ്യയുള്ള 10 രാഷ്ട്രങ്ങളുണ്ട്. അതിന്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. UPയുടെ ജനസംഖ്യ അപ്രോക്സിമേറ്റ്ലി പാകിസ്ഥാന്റെ ജനസംഖ്യയാണ്, വെറും UPയുടെ. ജർമ്മനിയുടെ ജനസംഖ്യ രാജസ്ഥാന്റെ ജനസംഖ്യയാണ്. രാജസ്ഥാന്റെ ജനസംഖ്യ ജർമ്മനിയുടെ ജനസംഖ്യയാണ്. വെസ്റ്റ് ബംഗാളിന്റെ ജനസംഖ്യ ഈജിപ്തിന്റെ ജനസംഖ്യയാണ്. ബീഹാറിന്റെ ജനസംഖ്യ ജപ്പാനിന്റെ ജനസംഖ്യയാണ്. മധ്യപ്രദേശിന്റെ ജനസംഖ്യ ടർക്കിയുടെ ജനസംഖ്യയാണ്. ഗുജറാത്തിന്റെ ജനസംഖ്യ യുണൈറ്റഡ് കിങ്ഡമിന്റെ ജനസംഖ്യയാണ്. മഹാരാഷ്ട്രയുടെ ജനസംഖ്യ മെക്സിക്കോന്റെ ജനസംഖ്യയാണ്. തെലങ്കാനയുടെ ജനസംഖ്യ സൗത്ത് കൊറിയയുടെ ജനസംഖ്യയാണ്. കർണാടകയുടെ ജനസംഖ്യ ഫ്രാൻസിന്റെ ജനസംഖ്യയാണ്. തമിഴ്നാടിന്റെ ജനസംഖ്യ തായ്ലാന്റിന്റെ ജനസംഖ്യയാണ്.
അപ്പൊ ഈ 10 സംസ്ഥാനങ്ങൾ എടുത്താൽ ഈ രാജ്യത്തിന്റെ ഉള്ളിൽ ജർമ്മനി, പാകിസ്ഥാൻ, ജപ്പാൻ, ഈജിപ്റ്റ്, ടർക്കി, യുണൈറ്റഡ് കിങ്ഡം, മെക്സിക്കോ, സൗത്ത് കൊറിയ, ഫ്രാൻസ്, തായ്ലാൻഡ് ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഈ 10 സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷൻ ഒഴിച്ച് ബാക്കിയുള്ള ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുത്താൽ അത് അമേരിക്കയുടെയും റഷ്യയുടെയും പോപ്പുലേഷന് തുല്യമാണ്. അപ്പൊ ഈ 12 രാജ്യങ്ങളാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാരാജ്യം. 12 വളരെ വളരെ ഭാഷയിലും സംസ്കാരത്തിലൊക്കെ വൈവിധ്യങ്ങളുള്ള ഒരു വലിയൊരു രാഷ്ട്രം. ഇത് ഒരിക്കലും, അത് ഏറ്റവും അവസാനം മനസ്സിലാക്കിയത് ഔറംഗസേബാണ്, ഒരിക്കലും ഒരു രാജ്യം, ഒരു രാഷ്ട്രം, ഒരു നേതാവ് എന്ന് പറഞ്ഞ് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇതിന്റെ ക്വാണ്ടം ഘടകം എന്താണ്, ഇതിന്റെ ഫോർമിംഗ് യൂണിറ്റ് എന്തായിരിക്കണം, ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്കിത് ഐക്യത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നിൽക്കണം. നമ്മുടെ വലിയൊരു അച്ചീവ്മെന്റ് ഈ കഴിഞ്ഞ 75 വർഷമായിട്ട് ഇവിടെ പ്രിൻസ്ലി രാജ്യങ്ങളുണ്ടായിരുന്നു, ബ്രിട്ടീഷ് രാജ്യം ഉണ്ടായിരുന്നു, അതിന്റെ എല്ലാവർക്കും അവരവരുടെ സേന ഉണ്ടായിരുന്നു. പിൽക്കാലം വരെ, അതായത് എൻ്റെ അച്ഛൻ കരിയർ തുടങ്ങിയത് തിരുവിതാംകൂർ സേനയിലാണ് ഒരു ഓഫീസറായിട്ട്. അപ്പൊ എൻ്റെ ജനറേഷൻ, എൻ്റെ അച്ഛൻ തിരുവിതാംകൂറിന് ഒരു പട്ടാളം ഉണ്ടായിരുന്നു, കൊച്ചിക്ക്, പിന്നെ മലബാറിൽ ബ്രിട്ടീഷ് പട്ടാളം. അപ്പൊ ഈ കൊച്ചി, കേരളത്തിൽ തന്നെ 3 സോവറിൻറ്റീസും 3 പട്ടാളങ്ങളും മിലിറ്ററീസും ഉണ്ടായിരുന്നു. അപ്പൊ ഈ വലിയ രാജ്യത്ത്, ഇത്രയും പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലത്ത് ഈ നാട്ടുരാജ്യങ്ങളെ എല്ലാം നിർത്തി നമുക്ക് ഒരു പട്ടാളമേ ഉള്ളൂ, അത് വേണം. നോക്കി, പട്ടാളങ്ങൾ പലതും ഒക്കില്ല, തമ്മിൽ യുദ്ധമാകും. ആ ഒരു പട്ടാളം പോലും ഒരിക്കൽ അത്ര ശക്തമാകരുത്. നമ്മൾ ഈ പട്ടാളത്തിനെ സെലിബ്രേറ്റ് ചെയ്ത് പാകിസ്ഥാനെ പോലെയാവും. അവിടെ പട്ടാളമാണ് ഭരിക്കുന്നത്. പട്ടാളം എക്സ്റ്റേണൽ എനിമിക്കെതിരെ ഡിഫെൻഡ് ചെയ്യത്തക്ക കപ്പാസിറ്റി വേണം, അത്രേ ഉള്ളൂ. അതിലപ്പുറം ശക്തി പാടില്ല പട്ടാളത്തിന്. ഭരിക്കുന്നത് നമ്മൾ ജനാധിപത്യമല്ലേ. അപ്പൊ നമ്മുടെ വലിയൊരു അച്ചീവ്മെന്റ്, നമ്മൾ ഈ ഭൂഖണ്ഡത്തിനെ ഡീമിലിറ്ററൈസ് ചെയ്തു. പ്രത്യേക പട്ടങ്ങളും നമ്മൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഒക്കെ ഇല്ലാതാക്കി. അതെങ്ങനെ ഉണ്ടായി? ഇത് ഉണ്ടായത് 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ നടന്ന വലിയ ഒരു ആന്റി കാസ്റ്റ് ആജിറ്റേഷൻ ആണ് ഇന്ത്യയുടെ യൂണിറ്റി ഉണ്ടാക്കിയത്. അതിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. അതിന്റെ തെളിവ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ വായിച്ചു തരാം. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച വലിയ നേതാക്കന്മാർ. ഈ 19-ാം നൂറ്റാണ്ട് ഒരു ആന്റി കാസ്റ്റ് നൂറ്റാണ്ടായിരുന്നു, ആന്റി കാസ്റ്റ് മൂവ്മെന്റിന്റെ നൂറ്റാണ്ടായിരുന്നു. കേരളത്തിൽ നടന്നത് നവോത്ഥാനമല്ല. ലെഫ്റ്റ് ആൾക്കാർ പറയുന്നത് നവോത്ഥാനമാണ് നടന്നത്. ആക്ച്വലി നവോത്ഥാനമല്ല, ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ആണ് നടന്നത്. ഇതിന് യൂറോപ്യൻ നവോത്ഥാനമായിട്ട് ബന്ധമില്ല, വെസ്റ്റ് ബംഗാൾ നടന്ന ഇന്ത്യൻ റിനൈസൻസുമായിട്ട് ബന്ധമില്ല. ഇത് ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. എഗൻസ്റ്റ് എന്തിനെതിരെ? ഈ മലയാളി മെമ്മോറിയലിൽ പറഞ്ഞതുപോലെ കുറച്ച് സമുദായങ്ങൾക്ക് മാത്രം. ഇവിടെയാണ് EWSും സെൻസസുമായിട്ട് 19-ാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സമരമാണ്. കുറച്ച് കമ്മ്യൂണിറ്റികളുടെ മാത്രം ഈ വലിയ സ്ഥാനങ്ങൾ അവർക്ക് മാത്രം കൊടുക്കുക. അതായത് ഈ വെറും 3-4 കമ്മ്യൂണിറ്റീസിന്റെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, അവർക്ക് വേണ്ടി ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നു, ബാക്കി ആർക്കും അവസരം കിട്ടുന്നില്ല. അപ്പൊ ഈ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് നടന്നത് എന്താണ്? അവരുടെ ഈ 3-4 കമ്മ്യൂണിറ്റീസിന്റെ കുത്തകയ്ക്കെതിരാണ് നടന്നത്. ബാക്കി ആർക്കും അവസരം കിട്ടുന്നില്ല, എല്ലാവരും ദാരിദ്ര്യത്തിൽ കഴിയുന്നു. ആരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് നമ്മൾ നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. എല്ലാ 5-6 വർഷവും ഒരു വലിയൊരു ജയന്റ് ജനിക്കുകയാണ് കേരളത്തിൽ. 3-4 കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നു. ഈ 1825 ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിക്കുന്നു. 29 വർഷം കഴിഞ്ഞിട്ട് 1854 ശ്രീനാരായണ ഗുരു ജനിക്കുന്നു.
ഒരു 9 വർഷം കഴിഞ്ഞ് 1863 അയ്യങ്കാളി ജനിക്കുന്നു. അതേ വർഷം ഡോക്ടർ പൽപു ജനിക്കുന്നു. 10 വർഷം കഴിഞ്ഞിട്ട് 1873 വക്കം മൗലവി ജനിക്കുന്നു. അതേ വർഷം കുമാരനാശാൻ ജനിക്കുന്നു. 1879 പൊയ്കയിൽ അപ്പച്ചൻ ജനിക്കുന്നു. 1885 വാഗ്ബടാനന്ദ് ജനിക്കുന്നു. പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നു. TK മാധവൻ ജനിക്കുന്നു. 1887 പാമ്പാടി ജോൺ ജോസഫ് ജനിക്കുന്നു. 1889 സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നു. കേരളത്തിന്റെ പുറത്ത് 1827 മഹാത്മാ ജ്യോതിബ ഫൂലെ ജനിക്കുന്നു. 1831 സാവിത്രിബായി ഫൂലെ ജനിക്കുന്നു. 1874 ഷാഹു മഹാരാജ് ജനിക്കുന്നു. 1875 ബിർസ മുണ്ട ഗ്രേറ്റ് ട്രൈബൽ ലീഡർ ജനിക്കുന്നു. 1879 പെരിയാർ ജനിക്കുന്നു. 1891 ആ നൂറ്റാണ്ട് വളരെ ഐതിഹാസികമായ ആ നൂറ്റാണ്ടിന്റെ അവസാനം BR അംബേദ്കർ ജനിക്കുന്നു. ഇതിൽ പെരിയാർ ഒഴിച്ച് ബാക്കി എല്ലാവരും DBC ആണ്. OBC എന്ന് വെച്ചാൽ അതിൽ ബ്രാഹ്മിൻസും ക്ഷത്രിയാസും വൈശ്യസും ഒക്കെ ഉണ്ട്. ഞാൻ സുപ്രീം കോടതിയിലെ ലിസ്റ്റ് കൊടുത്തു. OBC എന്ന് വെച്ചാൽ എല്ലാ ഈ സവർണ കമ്മ്യൂണിറ്റീസ് ഉള്ളതാണ്. പക്ഷെ DBC എന്ന് വെച്ചാൽ ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി എന്നാണ്. ക്ലാസ് എന്നല്ല, ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റീസ്. എല്ലാ DBCs OBC ആണ്, എല്ലാ OBC DBC അല്ല. ഈ പറഞ്ഞ പെരിയാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഏകദേശം 10-20 വലിയ മഹാത്മാക്കളാണ് ഉള്ളത്. അവരെല്ലാവരും DBC ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റിയിലുള്ള നേതാക്കന്മാരാണ്. ഇവരെല്ലാവരും സമുദായ നേതാക്കന്മാരാണ്. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ചിട്ട് ഇവർ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ വലിയൊരു മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. അത് കമ്മ്യൂണിറ്റി ലെഡ് മൂവ്മെന്റ് ആണ്. ഈ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ കൊച്ചു കമ്മ്യൂണിറ്റിയും വലിയ കമ്മ്യൂണിറ്റി എന്നുള്ള ജനസംഖ്യയിലുണ്ടായിരിക്കും. പക്ഷെ മനസ്ഥിതിയിൽ ഒരു കമ്മ്യൂണിറ്റിയും കൊച്ചുമല്ല, ഒരു കമ്മ്യൂണിറ്റി വലുതുമല്ല. ഇപ്പൊ ജൂയിഷ് കമ്മ്യൂണിറ്റി എടുക്കുക. മലേഷ്യയിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മഹാതീർ മുഹമ്മദ് ഒരു ബുക്കിൽ 1970 എഴുതി, വെറും 12 മില്യൺ, അതായത് 1.2 ക്രോസ് പോപ്പുലേഷൻ ഉള്ള, ലോകം മുഴുവൻ ഉള്ള ഒരു പോപ്പുലേഷൻ ആയിരുന്നു ജൂയിഷ് കമ്മ്യൂണിറ്റി. അതിൽ പകുതിയെ കൊന്നു ഹിറ്റ്ലർ. ചെറിയ കമ്മ്യൂണിറ്റി. പക്ഷെ അവര് ലോകത്തിനെ ഡോമിനേറ്റ് ചെയ്യാണ്. ഇതെങ്ങനെ ഉണ്ടായി? ചെറിയ കമ്മ്യൂണിറ്റിയാണ്, പക്ഷെ വലിയ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. സംഖ്യയിൽ ചെറുതാണെങ്കിലും അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വളരെ വലുതാണ്. മഹത്തേർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുപോലെ മറ്റ് കമ്മ്യൂണിറ്റീസിനും അങ്ങനെ ചെയ്തുകൂടെ? അവരെന്ത് ചെയ്തു? കാൾ മാർക്സ് ആയാലും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് ഏറ്റവും പൊളിറ്റിക്കൽ സയൻസിലും നാച്ചുറൽ സയൻസസിലും സോഷ്യൽ സയൻസസിലും അക്കാഡമിയിലും മീഡിയയിലും എല്ലാ ഇന്റലക്ച്വൽ തലത്തിലും ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് എല്ലാം ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി എന്നാണ്. അപ്പൊ ആ കൊച്ചു കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അപ്പൊ മഹാതീർ പറയുന്നത് എന്താണ്? അവരുണ്ടാക്കിയ ഐഡിയോളജീസ് അവരെതിരെ വിവേചനം വരാൻ പറ്റില്ല. അങ്ങനത്തെ ഐഡിയോളജീസ് അവരുണ്ടാക്കി. അതുകൊണ്ട് ഇന്ന് അവര് വളരെ ശക്തരായി നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റീസ് വെറുതെ ആജിറ്റേറ്റ് ചെയ്യല്ല. ഈ പറഞ്ഞ പേരുകൾ എടുത്താൽ ഏകദേശം 20 പേരുകൾ എടുത്താൽ ഇവർ ഓരോരുത്തരും വളരെ വലിയ സങ്കല്പങ്ങൾ ഉണ്ടാക്കി, വലിയ ഐഡിയോളജീസ് ഉണ്ടാക്കി, വലിയ ഉൾക്കാഴ്ച ചിന്തകരായിരുന്നു. ഇത്രയും വലിയൊരു രാജ്യത്തിനെ ഉണ്ടാക്കിയത് തന്നെ സമുദായങ്ങളുടെ മൂവ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയത്. സമുദായങ്ങൾ ദുർബലമായാൽ ഈ രാജ്യത്തിനെ നമുക്ക് ഒന്നിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ ആർട്ടിക്കിളിൽ പറയുന്ന ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലായിടത്തും ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. സോഷ്യലി സ്പീക്കിംഗ് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. പൊളിറ്റിക്കലി സ്പീക്കിംഗ് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ ശക്തമായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ വൈവിധ്യമാണ്. ഈ വൈവിധ്യം നിലനിൽക്കുന്നത് സമുദായങ്ങളിലാണ്. ആ സമുദായം എന്ന് വെച്ചാൽ എന്താണ്?
ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്, ചില മൂല്യങ്ങളാണ്, ചില വിശ്വാസങ്ങളാണ്. അതിനെ നിലനിർത്തണം. അതിൽ നന്മയും കാണും, തിന്മയും കാണും. പക്ഷെ ഓരോ തലമുറയുടെയും ചുമതല നമ്മളുടെ കമ്മ്യൂണിറ്റീസിന്റെ ഉള്ളിലുള്ള നന്മയെ ശക്തിപ്പെടുത്തുകയും തിന്മയെ ഇല്ലാതാക്കുകയും, ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ചെയ്ത പോലെ ദേശകാല ആവശ്യമനുസരിച്ച് ആ സങ്കല്പങ്ങളെയും മൂല്യങ്ങളെയും സംസ്കാരത്തിനെയും മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ആ ഒരു ബലം, കമ്മ്യൂണിറ്റി ബലം നിലനിർത്തണം. ഈ കമ്മ്യൂണിറ്റി തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ്. സമുദായത്തിൽ നിൽക്കുന്നു, സമുദായ മൂല്യങ്ങളിൽ നിൽക്കുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 38 പറയുന്നത് എന്താണ്? എല്ലാ സമുദായങ്ങളിലും സമത്വം വേണമെന്നാണ്. സമുദായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഡോക്ടർ അംബേദ്കർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വലിയൊരു രാജ്യം, അത്ഭുതകരമായിട്ടുള്ള ഒരു രാജ്യം, ഇങ്ങനത്തെ ഒരു രാജ്യം ഈ ലോകം ചരിത്രത്തിൽ എവിടെയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത്രയും വൈവിധ്യവും. പോപ്പുലേഷൻ ചൈനയ്ക്കുണ്ട്, പക്ഷെ ചൈനയിൽ 95% അതിൽ കൂടുതൽ ശതമാനം ആൾക്കാരും ഹാൻ ആൾക്കാരാണ്, ഒരു എത്നിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. ഇത്രയും വൈവിധ്യമുള്ള ഒരു രാഷ്ട്രം വാസ്തവത്തിൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. പക്ഷെ ഈ രാഷ്ട്രത്തിന് ഉണ്ടാക്കിയതും നിലനിർത്തുന്നതും സമുദായങ്ങളുടെ ശക്തികളാണ്. പക്ഷെ ആ ശക്തി നിലനിൽക്കുന്നത് എന്താണ്? സമുദായങ്ങളുടെ ചിന്തിക്കാനും വളരാനും മുന്നോട്ട് പോകാനും ശരിയായ ഒരു പാതയിലേക്ക് പോകാനുള്ള ശക്തിയിലാണ് ആ സമുദായത്തിന്റെ സർവൈവൽ നിൽക്കുന്നത്. ഓരോ സമുദായത്തിന്റെ ആ ചിന്താശക്തിയിലാണ് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ ഒരു മാതൃകയായി കാണുന്നത് വാസ്തവത്തിൽ എഴുത്തച്ഛൻ സമുദായത്തിനെയാണ്. ഇത്രയും നല്ലൊരു സമുദായ ഒരു ഓർഗനൈസേഷൻ, ആക്റ്റീവായിട്ടുള്ള എല്ലാ കാര്യത്തിലും പലയിടത്തും നമ്മൾ ഏത് സമുദായം ചോദിച്ചാലും ഒരിക്കൽ അതിൻ്റെ എല്ലാ സമുദായങ്ങളുടെയും ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് അവർ കാണുന്നത് അഡ്വക്കേറ്റ് സുരേഷിനെയും പ്രൊഫസർ വിജയകുമാറിനെയും മിസ്റ്റർ രവീന്ദ്രനെയും ഇങ്ങനത്തെ ആൾക്കാരെ ആണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയി എല്ലാവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വെച്ച് ഈ സമുദായത്തിനെ നിലനിർത്തണം എന്നുള്ള ഒരു പോയിന്റാണ്. ഈ എഴുത്തച്ഛൻ സമുദായത്തിനെ അല്ലെങ്കിൽ ഓരോ സമുദായത്തിനും ഈ സമുദായം നിലനിൽക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും അവരുടെ മക്കൾക്കും നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഈ സമുദായങ്ങളെ ഇല്ലാതാക്കാൻ രണ്ട് സൈഡിൽ നിന്നും വലിയ അറ്റാക്ക് നടക്കുക. അവിടെയാണ് ഈ സെൻസസും പ്രസക്തി വരുന്നത്. 1881 മുതൽ 1941 വരെ 8 സെൻസസുകൾ ബ്രിട്ടീഷ് നടത്തി. ആ 19ാം നൂറ്റാണ്ടിൽ തന്നെ അവര് ഇംഗ്ലണ്ടിലാണ് തുടങ്ങിയത് ഈ സെൻസസ് നടത്തുക. അവര് എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് എല്ലാ കമ്മ്യൂണിറ്റീസിനെയും യൂറോപ്പിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളാണെങ്കിലും സോഷ്യൽ ഗ്രൂപ്പ്സ് ഇല്ലാത്ത ഒരു മനുഷ്യ സമൂഹം ഇല്ലല്ലോ. കുടുംബവും സോഷ്യൽ ഗ്രൂപ്പ് എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ. ആ സോഷ്യൽ ഗ്രൂപ്പ്സിനെ തകർക്കാൻ ഈ ആഗ്രഹമില്ലെങ്കിൽ, അവരെ നിലനിർത്തണമെങ്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യണം. അവരാരാണ്, എന്താണ്, അവരുടെ സാമ്പത്തികമായിട്ടുള്ള, വിദ്യാഭ്യാസപരമായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള എല്ലാ വിധത്തിലും അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ് എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞാലല്ലേ എല്ലാവരും ഒന്നിച്ചു നിന്ന് പരസ്പരം സഹായിച്ച് ഈ രാജ്യത്തിന് ഏത് രാജ്യത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ഈ യൂറോപ്പിലൊക്കെ സെൻസസ് അന്നും ഇന്നും, അമേരിക്കയിലെ സെൻസസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റീസിനെയും, ഇന്ത്യൻ അമേരിക്കൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ എല്ലാ കമ്മ്യൂണിറ്റീസിനെ കണക്ക് അവരെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇതെല്ലാം നിലനിർത്തി നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകണം എന്നാണ്. അപ്പൊ അങ്ങനെ ഇവിടെ 8 സെൻസസിലും തലയെണ്ണൽ ഉപയോഗിച്ച് ഈ സമുദായങ്ങളെയും, ജാതി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിലേക്ക് ഞാൻ വരാം, സമുദായങ്ങളെയും മതങ്ങളുടെയും കമ്മ്യൂണിറ്റീസിനെ എല്ലാം ബ്രിട്ടീഷുകാർ സെൻസസിൽ തലയെണ്ണലെടുത്ത് 100% തലയെണ്ണലെടുത്ത് അതിന്റെ സിസ്റ്റം ബിൽഡപ്പ് ചെയ്തു. ആ സിസ്റ്റം എന്താണ്? ആദ്യം ഹൗസ് ഹോൾഡിനെ ഐഡന്റിഫൈ ചെയ്യും. ഒരു ഏരിയയിൽ ഹൗസ് ഹോൾഡിന്റെ നമ്പർ കൊടുക്കും ആദ്യത്തെ ഫേസിൽ. രണ്ടാമത്തെ ഫേസിൽ എന്യൂമറേറ്റേഴ്സ് അവിടെ പോയിട്ട് ഓരോ ഹൗസ് ഹോൾഡിനോടും ചോദിക്കും,
നിങ്ങളുടെ സോഷ്യൽ സിറ്റുവേഷൻ എന്താണ്, ഇക്കണോമിക് സിറ്റുവേഷൻ എന്താണ് എന്നെല്ലാം, എഡ്യൂക്കേഷൻ എന്താണ്, ഹെൽത്ത് എന്താണ്, എല്ലാ വിവരങ്ങളും ചോദിച്ചിട്ട് അതിൽ സമുദായത്തിന്റെ ഇൻഫർമേഷനും എടുത്തിട്ട് ഇതിനെ ഒരു ജനതയായിട്ടും സമുദായങ്ങളായിട്ടും പല വിധത്തിലും ഈ ഇൻഫർമേഷനെ കമ്പൈൽ ചെയ്യും. ഇത് 1941 വരെ ബ്രിട്ടീഷുകാർ നടത്തി. 1951 ഇന്ത്യയുടെ ആദ്യ സെൻസസ് ജവഹർലാൽ നെഹ്റു സർക്കാരിന്റെ കീഴിൽ ആദ്യത്തെ സെൻസസ് 1951 നടന്നപ്പോൾ ഒരു വലിയൊരു മാറ്റം അവർ വരുത്തി. അതിന്റെ പുറകിൽ വാസ്തവത്തിൽ ഒരു ലെഫ്റ്റ് ഐഡിയോളജി ആയിരുന്നു. ലെഫ്റ്റ് ഐഡിയോളജി എന്ന് വെച്ചാൽ അവർക്ക് ക്ലാസിനെ കൺസോളിഡേറ്റ് ചെയ്യണം. ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണല്ലോ അവരുടെ ഒരു തിയറി. അപ്പൊ ഈ വർക്കിംഗ് ക്ലാസ്സിനെ സമുദായങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ ക്ലാസ് കോൺഷ്യസ്നസ് വരില്ല. എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഇപ്പൊ നേരത്തെ നമ്മുടെ സെക്രട്ടറി സാർ പറഞ്ഞതുപോലെ ഈ പല ക്ലാസ്സിലും പല ഇക്കണോമിക് ക്ലാസ്സുകളിലുള്ള ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റിയിൽ, മിക്ക കമ്മ്യൂണിറ്റീസിലും ഉണ്ട്. എല്ലാ കമ്മ്യൂണിറ്റീസിലും അല്ല, മിക്ക കമ്മ്യൂണിറ്റീസിലും ക്ലാസ് പല ഇക്കണോമിക് ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താണ്, ഈ കമ്മ്യൂണിറ്റിയെ ക്ലാസ് തകർത്തിട്ട് ക്ലാസ്സിനെ മാത്രം ഓർഗനൈസ് ചെയ്യണം. റിലിജനും ആവാസത്തെ അവർക്ക് അക്സെപ്റ്റബിൾ അല്ല. റിലിജനെയും തകർത്ത് വെറും ക്ലാസ് ബേസിസിലാണ് ഓർഗനൈസ് ചെയ്യണമെന്നാണ് ഈ ലെഫ്റ്റിന്റെ ഒരു പ്രിൻസിപ്പിൾ. അതിലൂടെ ദാരിദ്ര്യം അവസാനിപ്പിക്കാം, വർക്കിംഗ് ക്ലാസ് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സിന്റെ ഓണർഷിപ്പ് വർക്കിംഗ് ക്ലാസ്സിന് കൊണ്ടുവരാം. അപ്പൊ ഒരു പൂവർ ആയിട്ട് തന്നെയാണ്. പക്ഷെ ഇതാണ് അവരുടെ അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക്. അപ്പൊ 1951 അവരെന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർ 100% തല എണ്ണൽ എല്ലാ സമുദായങ്ങളും എടുത്തുകൊണ്ടിരുന്നതാണ്. മതപരമായ സമുദായങ്ങളാണെങ്കിലും നമ്മുടെ ഈ എത്നിക് സമുദായങ്ങളാണെങ്കിലും. ഈ 51 വന്നപ്പോഴത്തേക്ക് അവർ ഡിസിഷൻ എടുത്തു, ഇനി നമ്മൾ മതത്തിന്റെ ജനസംഖ്യ 100% തലയെണ്ണലിലൂടെ നമ്മൾ എണ്ണും. പക്ഷേ സമുദായങ്ങളുടെ ജനസംഖ്യ കാൽക്കുലേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞില്ല. സെൻസസ് എന്ന് വെച്ചാൽ തലയെണ്ണലിലൂടെ ജനസംഖ്യ എടുക്കുന്ന മെത്തേഡാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർവേ എന്ന് പറയും. 100% തലയെണ്ണലിലൂടെ ഒരു ജനങ്ങളുടെ എണ്ണുമ്പോഴാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്. ആ സെൻസസിൽ നിന്നും ഈ സമുദായങ്ങളെ മാറ്റി. കാരണം എന്താണ്, ഈ സമുദായങ്ങളുടെ ഐഡന്റിറ്റി വീക്കൺ ചെയ്യണം എന്നായിരുന്നു അവരുടെ ഒരു അപ്രോച്ച്. പക്ഷെ ഇതിന്റെ മറ്റൊരു കാര്യം എന്താണ്, ഈ 19ാം നൂറ്റാണ്ടിൽ വലിയൊരു ആന്റി കാസ്റ്റ് മൂവ്മെന്റ് വന്നു, ഈ സമുദായങ്ങളിൽ നിന്ന് വന്നു. അത് ആരുടെ എതിരെ വന്നു? ഈ ഓളിഗാർക്കിക്കെതിരെയാണ് വന്നത്. ഇന്ത്യ ഭരിക്കുന്ന 4 സമുദായങ്ങൾ, കേരളത്തിനെ ഭരിക്കുന്ന 3 സമുദായങ്ങൾ, അവർക്കൊരു ഓളിഗാർക്കിയാണ്. എല്ലാ ടോപ്പ് പൊസിഷൻസും അന്നും ഇന്നും ഈ 3 സമുദായങ്ങളുടെ കയ്യിലാണ്. കേരളത്തിൽ 4 സമുദായങ്ങളുടെ കയ്യിൽ ഇന്ത്യക്കാരുടെ നാഷണൽ ലെവൽ. അപ്പൊ ഈ സെൻസസുകൾ വന്നപ്പോഴത്തേക്കാണ്, ഈ സെൻസസിന്റെ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ വലിയൊരു ആന്റി കാസ്റ്റ് മൂവ്മെന്റ് തന്നെ ഇന്ത്യയിൽ 19ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നത്. ആ നൂറ്റാണ്ടിലാണ് സെൻസസ് വരുന്നത്. അതിലൂടെ കമ്മ്യൂണിറ്റീസ് ശക്തമായി, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് തന്നെ. ഈ സെൻസസ് നടന്നു, കമ്മ്യൂണിറ്റീസ് സ്ട്രോങ് ആയി, അവർക്ക് അവയർനെസ് ഉണ്ടായി. എവിടെയാണ് ഇപ്പൊ പാലക്കാട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ ശ്രീ അഡ്വക്കേറ്റ് സുരേഷും ശ്രീ രവീന്ദ്രനും. എവിടെയൊക്കെ ഉണ്ട് എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റി, അവിടെ പോയി അവരെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, കമ്മ്യൂണിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുക, അതൊക്കെ അറിയണ്ടേ. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോഴാണ് വലിയൊരു ഒരു ഊർജം വന്നത് ഈ കമ്മ്യൂണിറ്റി മൂവ്മെന്റ്. ഈ കമ്മ്യൂണിറ്റി മൂവ്മെന്റ് ആർക്കെതിരാണ്? ഈ പ്രബല ഓളിഗാർക്കിക്കെതിരാണ്. അപ്പൊ ഇതിനെ തടയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ തലയെണ്ണൽ നിർത്തണം, കമ്മ്യൂണിറ്റി കോൺഷ്യസ്നസ് ഇല്ലാതാക്കണം. അതിന് അപ്പൊ ലെഫ്റ്റിന്റെ അപ്രോച്ചും ഉണ്ട്, റൈറ്റ് വിങ്ങിന്റെ അപ്രോച്ചും ഉണ്ട്. വർണ്ണമേധാവിത്വം നിലനിർത്തണമെങ്കിൽ, സവർണ സുപ്രീമസി നിലനിർത്തണമെങ്കിൽ ഈ മറ്റ് സമുദായങ്ങളുടെ മൊബിലൈസേഷനെ തടയണം. അപ്പൊ ലെഫ്റ്റ് വിങ്ങിലൂടെ ഇത് വന്നു. റൈറ്റ് വിങ്ങിൽ 3 സങ്കല്പങ്ങൾ 1920കളിൽ ഉയർന്നു വന്നു. ഇപ്പൊ അത് വളരെ ഡോമിനന്റ് ആണ്. ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ എന്നുള്ള 3 കോൺസെപ്റ്റിന്റെ അടിയിൽ എല്ലാവരെയും കൊണ്ടുവരണം എന്നൊരു ടാക്ടിക്കൽ ഡിസിഷൻ
1920-കളിൽ ഹിന്ദു മഹാസഭയും രാഷ്ട്രീയ സ്വയം സേവക് സംഘവും എടുത്തു. അതിനെക്കുറിച്ച് ഒരുപാട് ലിറ്ററേച്ചറുണ്ട്. ഇപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ കൾച്ചർ, ഹിന്ദു എന്ന് പറഞ്ഞാൽ റിലിജൻ, ഹിന്ദുസ്ഥാൻ എന്ന് വെച്ചാൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പൊ ഇതിലും സമുദായങ്ങളിലെ ഇല്ലാതാക്കാതെ ഇത് അച്ചീവ് ചെയ്യാൻ ഒക്കില്ല. എല്ലാവരുടെയും ഐഡന്റിറ്റി ഹിന്ദു ഐഡന്റിറ്റി ആക്കണം. സമുദായ ഐഡന്റിറ്റിയും ഹിന്ദു ഐഡന്റിറ്റിയും മ്യൂച്വലി കോമ്പാറ്റബിൾ അല്ല. തൽക്കാലം കോമ്പാറ്റബിൾ ആണ്, പക്ഷെ ലോങ് ടേമിൽ ഇതിൽ ക്ലാഷ് ഉണ്ട്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ഈ സമുദായങ്ങളുടെ ഉള്ളിൽ തമ്മിലുള്ള ഒരു ചില സമുദായങ്ങളുടെ മൊണോപ്പൊളി കുത്തകയ്ക്കെതിരെയുള്ളൊരു സമരമായിരുന്നു ആന്റി കാസ്റ്റ് മൂവ്മെന്റ്. അവർ ആ കുത്തക ഗിവപ്പ് ചെയ്തില്ലെങ്കിൽ ഹിന്ദു എന്നുള്ള ഒരു ഐഡന്റിറ്റിയെ കൂടെ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ അവര് മൊബിലൈസ് ചെയ്യാതിരിക്കാതെ വർണ്ണം എന്നുള്ളൊരു കോൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ട് സമുദായങ്ങൾ ജാതികളാണെന്ന് പറഞ്ഞ് നമ്മൾ കാസ്റ്റ് സമുദായങ്ങളാണെന്ന് പറഞ്ഞ് കാസ്റ്റ്ലെസ് സൊസൈറ്റി വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റീസിനെ ഇല്ലാതാക്കി ഹിന്ദു എന്നുള്ള റിലീജിയസ് ഐഡന്റിറ്റിയും 4 വർണ്ണങ്ങളും മാത്രം വെച്ചിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കണമെന്ന് വലതുപക്ഷം പറയുന്നു. അവിടെ നമ്മളെല്ലാവരും ശൂദ്രരായി അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ലോവർ ശൂദ്ര ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അപ്പർ ശൂദ്ര, ലോവർ ശൂദ്ര. വേറൊരു ഐഡന്റിറ്റി നമുക്ക് കാണില്ല, ഹിന്ദു ശൂദ്ര. അപ്പൊ വേറൊരു രീതിയിൽ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും രണ്ടും അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റിയാണ്. അപ്പൊ ഈ സെൻസസിനെ മാറ്റണം. സെൻസസിൽ നിന്ന് നമ്മളുടെ ഐഡന്റിറ്റിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ സെൻസസിൽ തലയെണ്ണൽ എടുക്കരുത് എന്ന് വെച്ചാൽ ആക്യുറേറ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മൾ മൊബിലൈസ് ചെയ്യും, കമ്മ്യൂണിറ്റി മൊബിലൈസ് ചെയ്യും. അത് കിട്ടരുത്. പക്ഷേ ഈ അവരെ കൺട്രോൾ ചെയ്യണം. അതിനെന്ത് ചെയ്തു? അവരുടെ പോപ്പുലേഷൻ സാമ്പിൾ സർവേയിലൂടെയും മറ്റു രീതികളിലൂടെ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയ നെഹ്റു സർക്കാർ ചെയ്തത് ഈ സമുദായങ്ങളുടെ ജനസംഖ്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തഡോളജി മാറ്റി 100% സെൻസസിൽ നിന്നും സാമ്പിൾ സർവേയിലൂടെ ആക്കി. സാമ്പിൾ സർവേയിലൂടെ ആക്കിയാൽ പ്രശ്നം എന്താണ്? ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തെ കാര്യം പറയുകയാണെങ്കിൽ, പാളയം മോസ്കിൽ പോയിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് എത്ര മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാമ്പിൾ ആയിട്ട് എടുത്താൽ അവിടെ ഈ ട്രിവാൻഡ്രത്ത് ഒരുപാട് മുസ്ലിംസ് ഉണ്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും. ശ്രീകണ്ഠേശ്വരൻ ടെമ്പിളിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരുപാട് ഹിന്ദുസ് ഉണ്ടെന്ന് കിട്ടും. അപ്പൊ ഈ സാമ്പിൾ എവിടെ വെക്കുന്നു എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. ആക്യുറേറ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഇന്നും നമ്മുടെ എല്ലാ സമുദായങ്ങളുടെയും കണക്ക് 1941 സെൻസസ് 2ാം ലോകമഹായുദ്ധത്തിന്റെ ഇടയിലായതുകൊണ്ട് അതിന്റെ ഈ കമ്മ്യൂണിറ്റി ഡേറ്റസ് പ്രോപ്പർലി എടുക്കാൻ ഡേറ്റ എടുക്കാൻ ഒത്തില്ല. അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ 1931 ആണ് ലാസ്റ്റ് കമ്മ്യൂണിറ്റി സെൻസസ് ഉള്ളത്. അത് ഏകദേശം 100 വർഷം മുമ്പാണ്. 100 വർഷമായി നമ്മളുടെ തലയെണ്ണൽ നടത്തിയിട്ടില്ല. ഒരു ഗസ് വർക്കാണ്. നമ്മൾ എത്ര പേരുണ്ട്, എവിടെയുണ്ട്, ആർക്കും അറിയില്ല. എത്ര ഈഴവരുണ്ട്, എത്ര നായരുണ്ട്, എത്ര എഴുത്തച്ഛനുണ്ടെന്ന് ആർക്കും അറിയില്ല. എല്ലാം ഗസ് വർക്കാണ്. ഈ സാമ്പിൾ സർവേ നടത്തുന്ന ഗസ് വർക്കാണ്. ഇത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ പോയി അവർ ഡേറ്റ എടുക്കുന്നു, പക്ഷെ ആ ഡേറ്റയിൽ നിങ്ങളുടെ സമുദായം എന്താണെന്ന് ചോദിച്ചാൽ അത് എൻ്റർ ചെയ്യുന്നില്ല. റിലിജൻ എൻ്റർ ചെയ്യുന്നു, പക്ഷേ സമുദായത്തിന്റെ പേര് എൻ്റർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? റിലീജിയസ് ഐഡന്റിറ്റി അവർക്ക് സ്ട്രെങ്തൻ ചെയ്യണം. അതൊരു മറ്റൊരു വിഷയമാണ്. നമ്മൾ എങ്ങനെ ഹിന്ദുക്കളായി, ഹിന്ദു എങ്ങനെ ഒരു റിലിജനായി? നമ്മൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിന് പുറത്തായ നമ്മൾ ഔട്ട് ഓഫ് കാസ്റ്റ് ആയ ആൾക്കാർ എങ്ങനെ കാസ്റ്റുകളായി? ജാതി വ്യവസ്ഥയിൽ പുറത്തുള്ള ദളിത്സിനെ പോലും ഷെഡ്യൂൾ കാസ്റ്റ് എന്നാണ് ഇപ്പൊ പറയുന്നത്. നമ്മളെങ്ങനെ കാസ്റ്റായി, നമ്മളെങ്ങനെ ഹിന്ദുവായി? നമ്മളെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു പുതിയ ഐഡന്റിറ്റി ഉണ്ടാക്കി നമ്മളെ കൺട്രോൾ ചെയ്താണ് റൈറ്റ് വിങ്ങിന്റെയും ലെഫ്റ്റ് വിങ്ങിന്റെയും രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ്. അതുകൊണ്ടാണ് രണ്ടുപേരും സെൻസസ് നടത്താത്തത്. എന്ന് വെച്ചാൽ അവർക്ക് കമ്മ്യൂണിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യണ്ട, റൈറ്റ് വിങ് ആയാലും ലെഫ്റ്റ് വിങ് ആയാലും. അപ്പൊ നമുക്ക് വേണ്ടത് ഈ കമ്മ്യൂണിറ്റി നിലനിർത്തണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കണം.
അപ്പൊ പ്രശ്നം നമ്മൾ പറയുന്നത് സെൻസസിൽ നിന്നും നമ്മൾ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന്, എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? അതിന് ഒരു റീസൺ ഇതുവരെ പറഞ്ഞിട്ടില്ല. നെഹ്റു സർക്കാർ പോലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ്. പുറത്തുനിന്ന് പറയും ഇത് വിഭജിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ ഡേറ്റ നിലനിർത്തുന്നു? ഇപ്പൊ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ എത്രയോ കമ്മ്യൂണിറ്റീസ് 70, 73, 100 എന്നൊക്കെ ചിലർ പറയും. എത്രയോ കമ്മ്യൂണിറ്റീസ് 3% മാത്രം റിസർവേഷൻ ഉള്ള ഒരു കാറ്റഗറിയിലാണ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന കാറ്റഗറി. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇവരുടെ ജനസംഖ്യ കേരളത്തിന്റെ പോപ്പുലേഷന്റെ 2% കുറവാണ് എന്നുള്ള ഒരു ഒരു ബേസിസിലാണ്. സർക്കാരിന് എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ 2% കുറവാണ് എന്ന് നിർണയിച്ച് ആ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഇതിന്റെ അർത്ഥം അവരുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷന്റെ നമ്പർ അവരുടെ ഉണ്ട്. എന്നാലല്ലേ അവർക്ക് പറയാൻ ഒക്കുള്ളൂ നിങ്ങൾ ഈ പോപ്പുലേഷൻ 2% കുറവാണെന്ന്. അപ്പം ഈ കമ്മ്യൂണിറ്റിയുടെ നമ്പർ ജനസംഖ്യ എടുക്കുന്നത് സമൂഹത്തിന് വിഭജിക്കുമെങ്കിൽ ഇങ്ങനത്തെ ഡേറ്റ പാടില്ലല്ലോ. പക്ഷേ ഡേറ്റ ഉണ്ട്. ആ ബേസിസിൽ നിങ്ങളെ ഈ 3%-ലാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ജനസംഖ്യ 2% കുറവാണെന്നുള്ള ബേസിസിൽ. പക്ഷെ അത് അവരെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? സെൻസസിൽ ഇല്ലാതെ ഈ വ്യാജ മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്തു. ഈ സാമ്പിൾ ഗ്രൂപ്പും കൊച്ചു അവിടെ ഇവിടെയൊക്കെ സാമ്പിൾ ഗ്രൂപ്പ് ചെയ്ത് 1931 സെൻസസ് എടുത്ത് അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എത്ര നായന്മാരുണ്ടെന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് ഇതുപോലെയാണ്. സെൻസസ് എടുത്തിട്ട് ആർക്കും അറിയില്ല. പക്ഷെ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ 1931 സെൻസസിന്റെ ആ പോപ്പുലേഷൻ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് കേരള പോപ്പുലേഷൻ എത്ര വളർന്നു എന്നുള്ള ഒരു ശരാശരി നമ്പർ ഉപയോഗിച്ചിട്ട് ഇന്ന് എത്ര എഴുത്തച്ഛന്മാരുണ്ട്, ഇന്ന് എത്ര ഈഴവരുണ്ട്, ഇന്ന് എത്ര നായരുണ്ടെന്ന് ചോദിച്ചാൽ ഈ ശരാശരി റേറ്റിനെക്കാളും കുറവായിരിക്കും ദരിദ്ര പോപ്പുലേഷൻസിന്റെ റേറ്റ്. അപ്പൊ ഈ ശരാശരി റേറ്റ് എടുക്കുമ്പോൾ ഈ ദരിദ്ര പോപ്പുലേഷന്റെ റേറ്റ് ശരാശരി റേറ്റിനെക്കാളും കൂടുതലായിരിക്കും അവരുടെ റേറ്റ്. അപ്പൊ അത് കുറയും. അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് റേറ്റ് കുറഞ്ഞിട്ട് അവരുടെ നമ്പർ കുറയും. പക്ഷെ ഈ കുറെ കൂടെ പവർഫുൾ ആയിട്ടുള്ള ഓളിഗാർക്കി കമ്മ്യൂണിറ്റീസ്, ബ്രാഹ്മൺ, സിറിയൻ, നായർ കമ്മ്യൂണിറ്റീസിന്റെ ആക്ച്വൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവായിരിക്കും. ഈ ശരാശരി റേറ്റിനേക്കാൾ കുറവായിരിക്കും. ചില കമ്മ്യൂണിറ്റീസിന്റെ റേറ്റ് കുറവും ചിലതിന്റെ കൂടുതലും ആണല്ലോ ഒരു ആവറേജ് കിട്ടുന്നത്. അപ്പൊ ചില കമ്മ്യൂണിറ്റീസിന്റെ റേറ്റ് ഈ ആവറേജിനെക്കാളും കുറവായിരിക്കും. അത് ഈ ശക്തമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ റേറ്റ് ആണ്, പോപ്പുലേഷൻ റേറ്റ് ആണ് കുറവ്. ബിക്കോസ് ഈ ഇക്കണോമിക് സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതോടും പോപ്പുലേഷൻ റേറ്റ് കുറയും, ഈ പോപ്പുലേഷൻ ഇൻക്രീസ് കുറയും. അപ്പൊ ഈ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഈ പവർഫുൾ കമ്മ്യൂണിറ്റീസിന്റെ പോപ്പുലേഷൻ കൂടുതലാവും, ഈ ദരിദ്ര കമ്മ്യൂണിറ്റീസിന്റെ പോപ്പുലേഷൻ കുറവാകും. പക്ഷെ തലയെണ്ണൽ എടുക്കുന്നില്ല. അങ്ങനെ കേരളത്തിൽ 12% നായന്മാരുണ്ടെന്നും 21% ഒരു സമയത്ത് 1931 ഈഴവര് മുസ്ലിംസ് പല ഭാഗങ്ങളിലും മുസ്ലിംസിന്റെ അത്രയും അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഈ ആവറേജ് റേറ്റ് എടുത്ത് സാമ്പിൾ റേറ്റ് എടുത്തിട്ട് അതിനേക്കാളും കുറച്ച് 21% എന്നാണ് പറയുന്നത്. ഇതിലൊന്നും ഒരു അക്യുറസി ഇല്ല, വ്യാജമാണ്. അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സമുദായങ്ങളുടെ 100% തലയെണ്ണൽ ഉപയോഗിച്ച് നമ്മുടെ ജനസംഖ്യ എടുത്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നിർത്തി? ഞങ്ങളെ തന്നെ കബളിപ്പിക്കാനാണോ? ഞങ്ങൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് ഡിനൈ ചെയ്യാനാണോ? എന്തുകൊണ്ട് നിർത്തി? ഞങ്ങളുടെ സോഷ്യൽ കണ്ടീഷൻ എന്താണ്, ഇക്കണോമിക് കണ്ടീഷൻ എന്താണ്, ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, എഡ്യൂക്കേഷൻ കണ്ടീഷൻ എന്താണ്, ലിവിങ് കണ്ടീഷൻസ് എന്താണ്, ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലേ? ഒരു കമ്മ്യൂണിറ്റിയെ തകർക്കണമെങ്കിൽ അവരെ എണ്ണാതിരുന്നാൽ മതി. അവർ എണ്ണുന്നത് ഒരു ടൈപ്പ് ഓഫ് റെക്കഗ്നിഷനാണ്. ഇപ്പം ഈ ഇത്രയും ഓഡിയൻസിൽ ഇരിക്കുന്നു, ഇതിൽ ചിലവരെ എണ്ണുന്നു, ബാക്കിയുള്ളവരെ എണ്ണുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ളവരെ ഇറേസ് ചെയ്യാണ്, മാച്ചുകളയാണ്. നിങ്ങൾ ഇല്ല. അപ്പൊ നമ്മളെ സെൻസസിൽ മാറ്റിയപ്പോൾ നമ്മൾ ഇറേസ് ചെയ്യാണ്.
രാജ്യത്തിനെ വിഭജിക്കുമെങ്കിൽ ഒരു സമുദായത്തിന്റെയും ജനസംഖ്യ എടുക്കരുത്. എന്തിന് മതത്തിന്റെ ജനസംഖ്യ എടുക്കുന്നു? എത്ര മുസ്ലിം ഉണ്ട്, എത്ര ഹിന്ദു ഉണ്ട്, എന്തിനെടുക്കുന്നു എന്ന് വെച്ചാൽ ഹിന്ദു ആൻഡ് മുസ്ലിമിനെ അവർ ഇറേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവരെടുക്കുന്ന സെൻസസിൽ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റീസിനെ നിലനിർത്താനും സെൻസസിൽ നിന്ന് പുറത്താക്കുന്ന കമ്മ്യൂണിറ്റീസിനെ ഇറേസ് ചെയ്യാനും മാച്ചുകളയാനുമാണ് അവർ ശ്രമിക്കുന്നത്. അത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. ഈ ആരെയും ദ്രോഹിക്കാത്ത, ആരെയും ചൂഷണം ചെയ്യാത്ത, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന, മാന്യമായി ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ് ആണ് ഈ മിക്കവാറുള്ള ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റീസ്. അവരെ എന്തിനാ മാച്ചു കളയുന്നത്, ഇല്ലാതാക്കുന്നത്? എന്ന് വെച്ചാൽ അവര് ഈ ഈ ഡിസ്ക്രിമിനേഷൻ ഇൻ ഫേവർ ഓഫ് ഓളിഗാർക്കി, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നത്? പക്ഷെ ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത് നമ്മുടെ സമുദായത്തിന്റെ പേരിലാണ്. സമുദായത്തിന്റെ പേരിലല്ല, ഈ സമുദായത്തിൽ പെടാത്തവരുടെ എതിരെയാണ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത്. ദേ ഡോണ്ട് കെയർ. നമ്മുടെ ഈ ഓളിഗാർക്കി കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർക്ക് ചില കൾച്ചറുണ്ട്, ചില കൾച്ചറൽ ഹാബിറ്റ്സ് ഉണ്ട്, ചില ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ആണ് മെറിറ്റ്. ആ മെറിറ്റുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ അപ്പോയിന്റ് ചെയ്യുള്ളൂ. ബാക്കി ആരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഇറേസ് ചെയ്ത് മാറ്റി കളയാണ്. അവർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഈ ക്വാളിറ്റീസിൽ ഉള്ള കമ്മ്യൂണിറ്റീസിൽ ജനിക്കുന്നവരെ മാത്രമേ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. ഞാൻ സുപ്രീം കോർട്ടിൽ ഇവിടെ ഹൈക്കോർട്ടിൽ അൺസക്സസ്ഫുൾ ആയിട്ട് ആർഗ്യൂ ചെയ്ത് ഇപ്പൊ സുപ്രീം കോർട്ടിൽ പോയിരിക്കുകയാണ്. 2 ഈഴവ ശാന്തിമാർ, അവർക്ക് എല്ലാ ഡിഗ്രീസും എല്ലാ കാര്യങ്ങളും ഒരുപാട് സംസ്കൃതത്തിലും തന്ത്രത്തിലും ഒക്കെ ഒരുപാട് ഡിഗ്രീസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവര് ഈഴവ സ്ത്രീകളിൽ നിന്നും ജനിച്ചതുകൊണ്ട് അവർക്ക് മേൽശാന്തിയായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഈ ജന്മനാൽ കർമ്മനാൽ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഈ ഹൈക്കോടതിയിൽ കുറെ ബ്രാഹ്മൺ ഗ്രൂപ്പ്സ് വന്ന് ആർഗ്യൂ ചെയ്തു. ഒരാള് പോലും ബ്രാഹ്മൺ എന്ന് വെച്ചാൽ കർമ്മണ ആണെന്ന് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ കർമ്മണ ആണെങ്കിൽ ഇവരെക്കാളും കർമ്മണ വേറെ ആരുമില്ല. എത്രയോ വർഷമായിട്ട് ശാന്തിമാരായിട്ടിരിക്കുന്നു, മേൽശാന്തിമാരായിട്ടിരിക്കുന്നു. പക്ഷെ ഒരു ഈഴവ അമ്മയ്ക്ക് ജനിച്ചു പോയി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അവർ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താ, അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അവരെ മാച്ചു കളയാണ്. നമ്മുടെ എതിരെയാണെന്ന് ഞാൻ പറയില്ല. അവര് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇന്ന സമുദായങ്ങളിൽ ജനിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മെറിറ്റ് ഉള്ളൂ, കഴിവുള്ളൂ എന്നാണ് അവരുടെ അപ്രോച്ച്. അതാണ് അവരുടെ വിശ്വാസം. ഞാൻ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്, അത് തെറ്റാണ്, അത് ആരുടെ എതിരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് കർമ്മണ ആണെങ്കിൽ ശരിയെന്ന് ഹൈക്കോടതിയിൽ വന്ന് ആർഗ്യൂ വേണ്ടേ? ഇവരെന്തുകൊണ്ട് കർമ്മണ അല്ല എന്ന് അതിനുവേണ്ടി ഒരു ടെസ്റ്റ് വേണ്ടേ? ഒന്നുമില്ല. ജന്മനാൽ ഉള്ള ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. ബാക്കി എല്ലാവരെയും മാച്ചു കളയുക. നമ്മൾ പോരാടാൻ പോകുന്നത് ഈ സമരത്തിൽ ഈ ഇറേഷറിനെതിരെയാണ്, ഈ മാച്ചു കളയുന്നതിനെതിരെയാണ്. നമ്മൾ മാച്ചു കളയാൻ പാടില്ല. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ അക്നോളജ് ചെയ്യണം. വ്യക്തികളായിട്ടും സമുദായങ്ങളായിട്ടും നമ്മളെ ഈക്വൽ അക്നോളജ്മെന്റ്, നമുക്ക് ഈക്വൽ, വി ആർ ഡിമാൻഡിങ് ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ സിറ്റിസൺഷിപ്പ് ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഓൾ പീപ്പിൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ കുത്തക അവസാനിക്കണം. നമ്മൾ റിസർവേഷൻ വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് റിസർവേഷൻ ചോദിക്കുന്നത്? നമുക്കെന്തോ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി അല്ല. ഈ ഡിസ്ക്രിമിനേഷൻ ഇൻ ഫേവർ ഓഫ് 3 കമ്മ്യൂണിറ്റീസ് അവസാനിക്കണം. 75 വർഷമായിട്ട് സുപ്രീം കോർട്ടിലേക്ക് കേരളത്തിൽ നിന്ന് 18 ജഡ്ജസ് പോയിട്ടുണ്ട്. 18 ജഡ്ജസിൽ 14 ജഡ്ജസ് ഈ 3 കമ്മ്യൂണിറ്റീസിനാണ്. 2 മുസ്ലിംസും 2 ദളിത്സും ഒഴിച്ചു കഴിഞ്ഞാൽ 75 വർഷത്തിൽ 14 ജഡ്ജിമാർ ഈ 3 കമ്മിറ്റീസാണ്. എല്ലാം പ്രഗത്ഭമായിട്ടുള്ള ജഡ്ജസ് ഒക്കെയാണ്. പക്ഷെ വേറെ ആർക്കും പ്രാഗൽഭ്യം ഇല്ലേ? എന്തുകൊണ്ട് ഒരു എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ലോയർ, എന്തുകൊണ്ട് അഡ്വക്കേറ്റ് സുരേഷ് സുപ്രീം കോടതി ജഡ്ജ് ആവുന്നില്ല, ഹൈക്കോടതി ജഡ്ജ് ആവുന്നില്ല? അദ്ദേഹത്തിന്റെ എതിരെയോ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റി എതിരെ ഒരു അനിമോസിറ്റി ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ അദ്ദേഹത്തിന്റെ ജന്മം മറ്റൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു അമ്മയിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ
അദ്ദേഹം ഹൈക്കോടതി ജഡ്ജോ സുപ്രീം കോടതി ജഡ്ജോ ആയെന്ന് നിഷ്പ്രയാസം. ആ ഡിസ്ക്രിമിനേഷന് എതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ആ ഡിസ്ക്രിമിനേഷൻ എന്ന് അവസാനിക്കുന്നു അന്ന് നമുക്ക് റിസർവേഷൻ അവസാനിപ്പിക്കാം. മലയാളി മെമ്മോറിയൽ എന്തിനാ കൊടുത്ത? മലയാളീസിന് കിട്ടാൻ വേണ്ടിയല്ല. ആ സമയത്ത് നോൺ മലയാളി ബ്രാഹ്മിൻസിന് മാത്രം ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, അത് അവസാനിപ്പിക്കാനാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ റിസർവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതും സെൻസസ് ഡിമാൻഡ് ചെയ്യുന്നതും നമ്മൾ മാച്ച് കളയരുത്. നമ്മളുടെ അമ്മമാരിൽ ജനിക്കുന്ന നമ്മൾക്കും ഈക്വൽ മെറിറ്റ് ഉണ്ട്, ഈക്വൽ ഹ്യൂമാനിറ്റി ഉണ്ട്, ഈക്വൽ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു ഡെമോക്രാറ്റിക് അസേഷനാണ് നമ്മൾ ഈ പറയുന്നത്. അതൊരു വളരെ ഇത് പറഞ്ഞാലേ, ഇത് നമ്മൾ ജയിച്ചാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റീസ് നമ്മൾ സർവൈവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻവിസിബിൾ പോപ്പുലേഷൻ ആയിട്ട് നമ്മൾ തുടരും. ചീഫ് സെക്രട്ടറി സ്ഥാനം എടുക്കുക. ഇന്ന് വരെ 75 വർഷമായി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് IAS റിസർവേഷൻ ഉണ്ടെങ്കിലും ഇന്ന് വരെ ഒരൊറ്റ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. 75 വർഷമായിട്ട് ഒരൊറ്റ മലയാളി മുസ്ലിം ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. ഒരു ഈഴവനാണ് ആയിട്ടുള്ളത്. ഈ ലേറ്റസ്റ്റ് ചീഫ് സെക്രട്ടറി ഈഴവനാണോ അല്ലയോ എന്നുള്ള റിസർച്ച് ആർക്കും തീർച്ചയായിട്ടും അറിയില്ല. അദ്ദേഹം അത് റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഒഴിച്ചാൽ ഒരൊറ്റ ഈഴവനാണ് കേരളത്തിൽ 56 മുതൽ ഇന്ന് വരെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത്. മറ്റ് OBCs നിന്നും ഒരു നാടാർ ചീഫ് സെക്രട്ടറി ആയി. എന്തുകൊണ്ട് ഒരു എഴുത്തച്ഛൻ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല? കേരളത്തിൽ ഏകദേശം 22 മന്ത്രിസഭകൾ ഉണ്ടായിട്ടുണ്ട്. ആ 22 മന്ത്രിസഭകളുടെ 82% മുഖ്യമന്ത്രികൾ ഈ 3 കമ്മ്യൂണിറ്റീസിനാണ്. അതിൽ പെടാത്ത 3 ഈഴവരുണ്ട് കേരളത്തിൽ. അപ്പൊ ഈഴവ കമ്മ്യൂണിറ്റിയെ മാറ്റി അത് ഒരു 16% അവരാണ്. ബാക്കി ആർക്കും ഒരു അവസരവും ഇല്ല. ഒരു മുസ്ലിം 53 ദിവസത്തേക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. 82%. ഇനിയിപ്പോ ഒരു 6 ഒളിഗാർക്കിയിൽപ്പെട്ട ഒരു 6 കാൻഡിഡേറ്റ്സ് ഓൾറെഡി കുപ്പായൊക്കെ റെഡിയാക്കി വെയിറ്റ് ചെയ്യണം മുഖ്യമന്ത്രി സ്വയറിങ്ങിന് വേണ്ടി. പക്ഷെ വാസ്തവത്തിൽ ഈ ഒരു അവസരവും കിട്ടാത്ത ഈ ഒളിഗാർക്കി കമ്മ്യൂണിറ്റീസിൽ പെടാത്ത ഒരു നേതാവായിരിക്കണം അടുത്ത നമ്മുടെ ഏത് ഫ്രണ്ട് ആരും ജയിച്ചോട്ടെ, പൊളിറ്റിക്സ് എന്തും ആയിക്കോട്ടെ, പക്ഷേ പ്രാതിനിധ്യം വേണം. ഒരു കൊച്ചു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദളിത് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിരിക്കണം അടുത്ത മുഖ്യമന്ത്രി. അപ്പൊ ഈ കുത്തക കേരള പോലീസ് ചീഫായിട്ട് ഒരു മലയാളി മുസ്ലിം 25 ദിവസം മാത്രമേ 56 മുതൽ ഇന്ന് വരെ പോലീസിന്റെ മേധാവിയായിട്ടുള്ളൂ. 2 ദളിത്, 2-3 ഈഴവർ, കുറച്ച് ബാക്കി എല്ലാവരെയും 3 കമ്മ്യൂണിറ്റീസാണ്. അപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയല്ല. ഇങ്ങനത്തെ ഒരു കുത്തകയിൽ കൂടെ ഒരു രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കുത്തകയ്ക്കെതിരെയാണ് അമേരിക്കൻ റെവല്യൂഷൻ തുടങ്ങുന്നത്. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. കുത്തക ബ്രേക്ക് ചെയ്താലേ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. ആ കുത്തക ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ആരാണ്, എവിടെയുണ്ട്, എങ്ങനെയാണ് നമ്മുടെ സ്ഥിതി നമ്മൾ അറിയണം. അത് അറിഞ്ഞുകൊണ്ടിരുന്നു, അതിന് മനഃപൂർവ്വം നിർത്തിവെച്ചു, നമ്മൾ മാച്ച് കളഞ്ഞു സെൻസസിൽ നിന്ന്. ഇത് വിഭജിക്കും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമ്മുടെ കണക്കുകളൊക്കെ അവർ വെക്കുകയാണ്. പക്ഷെ വെക്കുന്ന കണക്ക് വ്യാജ കണക്കാണ്. നമുക്ക് സത്യസന്ധമായിട്ടുള്ള കണക്കിന്റെ ബേസിസിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഈ ഈഴവ ലീഡർഷിപ്പിലുള്ള ഒരാൾ ഞാൻ ഈ സെൻസസിന് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളിത് ചെയ്യരുത്. എന്തുകൊണ്ട്? കാരണം ഈഴവ പോപ്പുലേഷൻ 21-നേക്കാളും കുറവായിരിക്കും സെൻസസ് ചെയ്താൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കിട്ടില്ല. വാസ്തവത്തിൽ നമുക്കറിയേണ്ടത് സത്യമാണ്. ഈഴവർ 5% കുറഞ്ഞു എന്നിരിക്കട്ടെ, ആ സത്യം നമ്മൾ അറിയണം. ഇപ്പൊ എനിക്ക് ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണം, എന്നാലേ എനിക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ ഒക്കുള്ളൂ.
അതിനെ എനിക്ക് ജീവിക്കണമെങ്കിൽ അതറിയണം. നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമ്മുടെ കമ്മ്യൂണിറ്റി സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് സത്യം അറിയണം. ഇന്ത്യ സർവൈവ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻസ് എത്രയുണ്ട്, ഇന്ത്യൻസിൽ എത്ര ദാരിദ്ര്യമുണ്ട്, എന്തൊക്കെ പ്രശ്നമാണ് നമുക്ക് അറിയണം. എന്നാലേ നമുക്ക് ഇന്ത്യക്ക് സർവൈവ് ചെയ്യാൻ ഒക്കും. അപ്പൊ നമ്മുടെ സർവൈവലിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പൊ നമ്മൾ ഈ മുന്നോട്ട് വെക്കുന്നത്. EWSനെ കുറിച്ച് ഞാൻ പറയുന്നത്, എനിക്ക് ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. EWSനെതിരെ ഞാൻ ആർഗ്യൂ ചെയ്തു സുപ്രീം കോർട്ടിൽ. എനിക്ക് വളരെ സന്തോഷമായി. 5-ൽ 2 ജഡ്ജസ് അവരുടെ മനസ്സ്, നമ്മളുടെ ആർഗ്യുമെന്റ്സ് കേട്ടിട്ട് EWS അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും മറ്റൊരു സീനിയർ ജഡ്ജും വിധിച്ചു, അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. പക്ഷെ 3 ജഡ്ജസ് അതിനെ അപ്ഹോൾഡ് ചെയ്തു. വളരെ നാരോ ഡിസിഷൻ ആയിരുന്നു. പക്ഷേ EWSന്റെ ലോജിക് എന്താണ്? EWSന്റെ ലോജിക് ഈ ദരിദ്രരായ ആൾക്കാർക്ക് ഇക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള റിസർവേഷനാണ്. അത് ഇപ്പോൾ മുന്നോക്ക വിഭാഗത്തിലുള്ള വീക്കർ സെക്ഷന് 10% മാറ്റി വെച്ചിരിക്കുകയാണ്. അത് കമ്പൽസറി അല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സ്റ്റേറ്റ്സിന് തീരുമാനിക്കാം EWS നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ള സ്റ്റേറ്റിന്റെ ചോയ്സ് ആണ്, കമ്പൽസറി അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു എനേബിളിംഗ് ക്ലോസ് ആണ് EWS, മാൻഡറ്ററി അല്ല. അതുകൊണ്ട് തമിഴ്നാട് നടപ്പിലാക്കുന്നില്ല. ഇത് നടപ്പിലാക്കുന്നത് ബാക്കി എല്ലാ മിക്കവാറുള്ള സ്റ്റേറ്റ്സ് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ബെനിഫിറ്റ് പോകുന്നത് ഈ മുന്നോക്കരുടെ ദരിദ്രർക്കാണ്, 10%. ഇപ്പൊ ഞങ്ങൾ കുറച്ചുപേര് പ്രൊപ്പോസ് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് സുരേഷും പ്രൊഫസർ വിജയകുമാറും ഞങ്ങളൊക്കെ പ്രൊപ്പോസ് ചെയ്യുന്നത്, ഈ EWS 10% മുന്നോക്ക ദരിദ്രർക്ക് കൊടുക്കുന്നത് നിർത്തലാക്കിയിട്ട്, ആ EWS എന്നുള്ളത് നിർത്തലാക്കിയിട്ട് ആ 10% ഏറ്റവും അൺറെപ്രസെന്റ്, തീരെ പ്രാതിനിധ്യമില്ലാത്ത ചെറിയ കമ്മ്യൂണിറ്റീസിനും SC/STക്കും എക്സ്ട്രാ 10% കൊടുക്കണം. ആ 10% മുന്നോക്കരുടെ ദരിദ്രർക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഈ ദളിത് ബഹുജൻ ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ 3% മാത്രം കിട്ടുന്ന സമുദായങ്ങൾക്ക് ഒരു 10% എൻവലപ്പ് കൂടെ തുറക്കും. ആദ്യത്തെ ക്ലെയിം വരേണ്ടത് ഈ ദളിത് ബഹുജൻ ദരിദ്രർക്കാണ്. അത് കഴിഞ്ഞിട്ട് സീറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് അവർക്ക് EWS അനുസരിച്ച് കൊടുക്കണമെങ്കിൽ അത് കരുതാം. പക്ഷെ അത് എൻ്റെ അഭിപ്രായത്തിൽ പ്രാതിനിധ്യവും അതിന് വേണ്ടിയാണ് റിസർവേഷൻ, അതുകൊണ്ട് പ്രാതിനിധ്യമുള്ള കമ്മിറ്റീസിന് കൊടുക്കാൻ പാടില്ല. പക്ഷെ ഏതായാലും ഈ ദാരിദ്ര്യത്തിന്റെ ബേസിസിലാണ് കൊടുക്കുന്നെങ്കിൽ ഈ 10% EWS നിർത്തലാക്കി ആ 10% ഈ ലീസ്റ്റ് റെപ്രസെന്റഡ് കമ്മ്യൂണിറ്റീസിനും SC/STക്കും കൊടുക്കണം എന്നുള്ളൊരു ഡിമാൻഡാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 2, സെൻസസിൽ നമ്മളെ തിരിച്ചു ഉൾപ്പെടുത്തണം, വ്യാജ കണക്കെടുക്കൽ നിർത്തണം, സത്യസന്ധമായി നമ്മുടെ ജനസംഖ്യ എന്താണ്, നമ്മുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ നിലവാരം എന്താണ്, സ്ഥിതി എന്താണ് നമുക്ക് അറിയണം, നമുക്ക് ഫാക്ട്സ് അറിയണം. അതിന്റെ കാരണം നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നത് ഈ നന്മയുള്ള ഈ സമുദായങ്ങൾ തുടരണം, ശക്തമാകണം, സമുദായങ്ങൾ തമ്മിൽ സമത്വം വേണം. അതാണ് ഭരണഘടന പറയുന്നത് ആർട്ടിക്കിൾ 38-ൽ. സമുദായങ്ങൾ തമ്മിൽ സമത്വം വേണം. അയ്യരും അയ്യങ്കാരും നായരും നമ്പൂതിരിയും ശക്തമായ കമ്മ്യൂണിറ്റീസ് ആണ്, നമുക്കൊരു വിരോധമില്ല. പക്ഷെ അതേ ശക്തി പുലയ കമ്മ്യൂണിറ്റിനും സാംബവ കമ്മ്യൂണിറ്റിക്കും എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിക്കും അതേ തോതിൽ ശക്തി ഉണ്ടാകണം. ഇക്വാളിറ്റി ഓഫ് വെൽത്ത്, റിസോഴ്സസ് ആൻഡ് പവർ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ സംഭാവന ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിറ്റിയെ നിലനിർത്തിയാലേ ഇന്ത്യ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ സമുദായങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാൻ തയ്യാറാണ്. കോമന്റ്സ്, ക്വസ്റ്റ്യൻസ്? നമ്മുടെ സമുദായത്തിന് കണക്കെടുത്താൽ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവും? നമ്മുടെ സമുദായത്തിന് കണക്ക് നമുക്കെടുത്താൽ അത് റെഫറൻസ് ചെയ്യാൻ പറ്റുമോ ഗവൺമെന്റ്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സർ. അത് എടുത്താൽ 2 പ്രശ്നങ്ങളുണ്ട്. ഇതിനൊരു മെത്തഡോളജി ഉണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ സാമ്പത്തിക ചെലവ് വരും. പിന്നെ ഇതിനൊരു നിഷ്പക്ഷത വേണം. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ കണക്കെടുത്താൽ
അത് കറക്റ്റ് ആണെങ്കിലും ബാക്കിയുള്ളവർ ഇവര് തന്നെ ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ അസസ് ചെയ്യുമ്പോൾ മറ്റുള്ള ഒരാൾ അത് വിശ്വസിച്ചു ഇല്ല എന്ന് വരുമല്ലോ ശരിയാണെങ്കിലും. അപ്പൊ ഒബ്ജക്ടിവിറ്റി വേണം. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ചെയ്യാം, പക്ഷെ നമുക്കൊരു സെൻസസ് നടത്താനുള്ള മെക്കാനിസം ഫൈനാൻഷ്യലി ഇല്ല. രണ്ടാമത് ഈ സെൻസസിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ട്. നമ്മൾ വിവരം ചോദിച്ചാൽ വിവരം കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകാം. കറക്റ്റ് ആയിട്ടുള്ള വിവരം കൊടുക്കണം. അതൊരു സ്റ്റാറ്റ്യൂട്ടിന്റെ കീഴിലാണ് ഈ സെൻസസ് നടക്കുന്നത്. നമ്മൾ പോയ ആളുടെ ഇപ്പൊ അങ്ങ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, എനിക്ക് ആൻസർ ചെയ്യാൻ ഒരു ഓബ്ലിഗേഷനും ഇല്ലല്ലോ, എനിക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പക്ഷെ ഒരു ഒഫീഷ്യൽ നിയമം അനുസരിച്ച് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ എതിരെ നടപടി ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഗവൺമെന്റ് മെക്കാനിസത്തിൽ നമ്മൾ ഒരു മാറ്റവും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സമുദായം എന്താണെന്ന് അവർ ചോദിക്കുന്നു, പക്ഷെ അതിനെ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഒരു നയ പൈസ എക്സ്ട്രാ വരില്ല. അത് കറക്റ്റ് ആയിട്ട് അവർ ആ കമ്മ്യൂണിറ്റിയുടെ പേര് റെക്കോർഡ് ചെയ്യണം. അത് ചോദിച്ചിട്ടല്ലേ അവർ ഡിറ്റർമിൻ ചെയ്യുന്നത്. നിങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റ് ആണോ, ഹിന്ദു ആണോ, ഈ കാറ്റഗറീസ് ഒക്കെ നോക്കണ്ടേ. അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു എൻട്രി, പിന്നെ ഹിന്ദുവിൽ എന്താണെന്ന് ചോദിക്കും. ഷെഡ്യൂൾ കാസ്റ്റ് ആണോ, എന്നാൽ ഷെഡ്യൂൾ കാസ്റ്റ് എൻട്രി ചെയ്യും. പക്ഷെ ഹിന്ദുവിൽ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ അത് എൻട്രി ചെയ്യില്ല, ഹിന്ദുവിൽ വെച്ച് അവസാനിക്കും. അപ്പൊ ഇത് വളരെ ഈ സർക്കാരിന് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കിട്ടുന്ന ഇൻഫർമേഷൻ ആ ഹാൻഡ് ഹെൽഡ് ഡിവൈസിൽ എൻറ്റർ ചെയ്യാൻ ഒരു പ്രൊവിഷൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, എന്നിട്ട് അതിനെ ക്രോഡീകരിക്കുക. പക്ഷെ അതിനെ അവർ റിവീൽ ചെയ്യുന്നില്ല. ഇപ്പൊ കോൺഗ്രസ് തന്നെ 2011 റിലീസ് ചെയ്തില്ല ഡേറ്റ്. അതുപോലെ കർണാടകയിലും റിലീസ് ചെയ്യുന്നില്ല. അവർ വീണ്ടും രണ്ടാമത്തെ ഒരു സെൻസസ് നടത്തുന്നു. ആന്ധ്രയിൽ നടത്തിയ സെൻസസിൽ സമുദായങ്ങളുടെ ജനസംഖ്യ അവർ റിവീൽ ചെയ്യുന്നില്ല, OBCയുടെ മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് വേണ്ടത് സമുദായങ്ങൾ നിലനിൽക്കണം. ഈ യുദ്ധം നടക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്ന് നടക്കുന്നത് ഒരു പക്ഷത്തിൽ സമുദായങ്ങളുടെ ശക്തിക്ക് വേണ്ടി പോരാടുന്ന നമ്മളും, മറ്റ് സൈഡിൽ ഇടതും വലതും ഒന്നിച്ചു നിന്ന് ജാതിയെയും മതത്തിനെയും നിലനിർത്തി, ജാതി എന്ന് വെച്ചാൽ വർണ്ണമാണ്, ജാതിയും മതത്തിനെയും നിലനിർത്തി സമുദായങ്ങളെ ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ, മാറ്റി കളയാനുള്ള ഒരു സമരമാണ് ഇപ്പൊ നടക്കുന്നത് ആക്ച്വലി. അപ്പൊ ഈ സമുദായങ്ങൾ ഒന്നിച്ചു നിന്ന് ഈ സെൻസസ് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യണം, ഞങ്ങൾക്ക് റെക്കഗ്നിഷൻ വേണം എന്നാണ് നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എഴുത്തച്ഛനാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല? ഞാൻ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ബുദ്ധിസ്റ്റ് ആണ്, ജെയിനാണ്, സിഖ് എന്ന് പറഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുന്നു, അവിടെ സമുദായം പറയുന്നില്ല. പക്ഷെ ഞാൻ എഴുത്തച്ഛനാണെന്ന് പറഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല? അതേ സമയത്ത് എഴുത്തച്ഛന്മാർ എത്രയുണ്ടെന്ന് നിങ്ങൾ കണക്കും വെക്കുന്നു. അതിന്റെ ബേസിസിൽ നിങ്ങൾ നയങ്ങൾ ഉണ്ടാക്കുന്നു, റിസർവേഷൻ കൊടുക്കുന്നു, ഡിനൈ ചെയ്യുന്നു, നിങ്ങളുടെ ജനസംഖ്യയുടെ ബേസിസിൽ. പക്ഷെ എണ്ണുമ്പോൾ, തലയെണ്ണുമ്പോൾ ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. നിങ്ങൾ എത്ര ഉണ്ടെന്ന് അവർക്ക് സുഖമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാം. ഗസ് വർക്കാണ്. അപ്പൊ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് റെക്കഗ്നേഷൻ ഡിനൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ പറയും നമ്മൾ മറ്റൊരു ഐഡന്റിറ്റിയാണ്, ഈ ഐഡന്റിറ്റി ഇല്ലാതാകും. ഈ ഐഡന്റിറ്റി ഇല്ലാതായാൽ എന്താണ് ഇല്ലാതാകുന്നത്? വലിയൊരു സംസ്കാരമാണ്. വലിയൊരു മരത്തിനെ, ഒരു വൃക്ഷത്തിനെ മുറിച്ച് കളയുന്ന പോലെയാണ് ഒരു കമ്മ്യൂണിറ്റി മുറിച്ച് കളയുന്നത്. അതിന് വീണ്ടും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. എത്രയോ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയാണെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകളുടെ സംസ്കാരമാണ്. അതിനെ നിലനിർത്തുന്നതാണ് നമ്മുടെ ഓരോ തലമുറയുടെ റെസ്പോൺസിബിലിറ്റി. നിലനിർത്തി ശക്തിപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം. അപ്പൊ അതിനെ മാറ്റി കളഞ്ഞ് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും വരുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെമോക്രസിയാണ്. അത് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു രാജ്യത്ത് ആ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെമോക്രസി മാത്രമേ ഇന്ത്യ നിലനിർത്തുള്ളൂ. പക്ഷെ ഇവിടെ ഉള്ളത് വളരെ നന്മയുള്ള കമ്മ്യൂണിറ്റീസ് ആണ്. ആരെയും ദ്രോഹിച്ച് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ് അല്ല ഇവിടുത്തെ 90% ആൾക്കാർ. അവർ വാല്യൂ ഉണ്ടാക്കി, വാല്യൂ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റീവ് സിറ്റിസൺസ് ആയിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ് ആണ്. ഈ കമ്മ്യൂണിറ്റീസിന്റെ നന്മ കൊണ്ടാണ് ഇന്ത്യ ഇന്ന് നിലനിൽക്കുന്നത്. ഇവിടെ സമാധാനം ഉണ്ടെങ്കിൽ
ഈ സമുദായങ്ങളുടെ സംസ്കാരം കൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനം നിലനിൽക്കുന്നത്, അല്ലാതെ പോലീസും പട്ടാളവും ഉള്ളതുകൊണ്ടല്ല. ഈ കമ്മ്യൂണിറ്റീസ് ഇല്ലാതായാൽ ഇന്ത്യയിൽ വലിയ അനാർക്കി ഉണ്ടാവും. വേറെ ഒരു മാർഗമില്ല. ഈ കുട്ടികൾക്ക് ഒരു പ്രോപ്പർ മോറൽ വാല്യൂസ് കൊടുക്കുകയും പ്രോപ്പർ എന്താണ് ശരി, എന്താണ് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കുന്ന ഒരു സമൂഹമാണ്. അത് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കുന്നു. അതിനൊക്കെ ഇല്ലാതാക്കി കളഞ്ഞാൽ ഇന്ത്യയുടെ വളരെ ഭീകരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും. അപ്പൊ ഇത് ഔദ്യോഗികമായി തന്നെ ചെയ്യണം സർ. അതാണ് നമ്മുടെ ഡിമാൻഡ്, അത് തന്നെ ആയിരിക്കണം. പക്ഷെ നല്ല ചോദ്യമാണ് സർ. അതെ 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 ഞാൻ പറയാം. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്രാഹ്മിൻ, ബനിയ, ക്ഷത്രിയ, കായസ്, ഈ ടോപ്പ് പൊസിഷൻസ് ഇരിക്കുന്ന മിക്ക ആൾക്കാരും ഈ 4 കമ്മ്യൂണിറ്റീസിൽപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഒരു കമ്മ്യൂണിറ്റീസ്, ഞാൻ പറയുന്ന കമ്മ്യൂണിറ്റീസ് മസ്റ്റ് ബി സ്ട്രോങ്, ഇൻക്ലൂഡിങ് ഈ ബ്രാഹ്മൺ, ബനിയ, ക്ഷത്രിയ, നമ്പൂതിരി എല്ലാവരും സ്ട്രോങ് ആയിരിക്കണം. നമ്മളെ ഇല്ലാതാക്കരുത്. അവരെല്ലാം കൂടെ കൂട്ടി നമ്മളെ ഇല്ലാതാക്കരുത്. അവരുടെ ഇവിടെ എപ്പോഴും ഗ്ലോബൽ ബ്രാഹ്മിൻ കൺവെൻഷൻ ട്രിവാൻഡ്രത്ത് പിൽക്കാലത്ത് നടന്നു. ഗ്ലോബൽ ബ്രാഹ്മിൻ കൺവെൻഷൻ. എന്തുകൊണ്ട് അവർ ഗ്ലോബൽ ഇന്ത്യൻ കൺവെൻഷൻ നടത്തിയില്ല, ഗ്ലോബൽ ഹിന്ദു കൺവെൻഷൻ നടത്തിയില്ല? എപ്പോഴും ബ്രാഹ്മിൻ അസോസിയേഷൻ, വൈശ്യ അസോസിയേഷൻ ഒക്കെ പറഞ്ഞാൽ എല്ലായിടത്തും കാണാം. അത് ചെയ്യുമ്പോൾ അത് ജാതീയതയല്ല. ഒരു എഴുത്തച്ഛൻ സമാജം വന്നാൽ അത് ജാതീയതയാണ്. അപ്പൊ അന്ന് വളരെ ക്ലിയർ ആണ് ഏത് ഐഡന്റിറ്റിയെ നിലനിർത്തണം, ഏത് ഐഡന്റിറ്റി ഇല്ലാതാക്കണം. അപ്പൊ ഈ 4 കമ്മ്യൂണിറ്റീസ്, അതും ആ കമ്മ്യൂണിറ്റീസിന്റെ ഈ 4 കമ്മ്യൂണിറ്റീസ് അല്ല, മറ്റ് 4 കമ്മ്യൂണിറ്റീസ് ഓളിഗാർക്കി ആയാലും നമ്മൾ ആ ഓളിഗാർക്കിക്ക് എതിരായിരിക്കും. ഇവര് ഓളിഗാർക്കി ആവുന്നു, കുത്തകയുണ്ടെന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഒരു കമ്മ്യൂണിറ്റിക്കും കുത്തക പാടില്ല. ആ കുത്തകയെ അവരുടെ ഫേവറിലുള്ള ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിച്ച് എല്ലാവർക്കും അവസരം കിട്ടണം. പുതിയൊരു ഓളിഗാർക്കി ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമ്മൾ റിസർവേഷൻ വെക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഓളിഗാർക്കി അവസാനിച്ചു കഴിഞ്ഞാൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പുതിയൊരു ഓളിഗാർക്കി വരരുത്. അപ്പൊ എല്ലാ കമ്മ്യൂണിറ്റീസും നമ്മൾ ഇങ്ങനെ ഒരു റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടും, മറ്റൊരു ഓളിഗാർക്കി വരില്ല. ഇപ്പൊ 2 സ്റ്റെപ്പാണ്. ഈ ഉള്ള കുത്തക ഇല്ലാതാക്കണം. അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പുതിയൊരു ഓളിഗാർക്കി വരരുത്, പുതിയൊരു ഡിസ്ക്രിമിനേഷൻ വരരുത്. അപ്പൊ റിസർവേഷൻ പറഞ്ഞാൽ ഈ കുത്തക ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഫോർ എവർ അവസാനിപ്പിക്കാൻ, എല്ലാവർക്കും അവസരം കൊടുക്കുക. അതാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. അല്ലെ നമുക്ക് വേണ്ടി സീറ്റ് വേണം, ജോലി വേണം എന്നല്ല നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. ഈ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഫേവറബിൾ ഡിസ്ക്രിമിനേഷൻ ടു 4 കമ്മ്യൂണിറ്റീസ് ഓർ 3 കമ്മ്യൂണിറ്റീസ് അത് അവസാനിക്കണം. വേറെ ആർക്കും കഴിവില്ല, മെറിറ്റ് ഇല്ല. നമ്മളുടെ എക്സ്പെക്ടേഷൻ തന്നെ വളരെ സങ്കടകരമാണ്. നമ്മുടെ കുട്ടികളുടെ എക്സ്പെക്ടേഷൻ തന്നെ മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലുള്ള കുട്ടികളുടെ അവർക്ക് എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം, ഒരു പാക്കേജ് വേണം, എന്തെങ്കിലും ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയോ എന്തെങ്കിലും ആയിട്ട് ഒരു ചെറിയ ജോലി വേണം, ഒരു ഇൻകം വേണം എന്നുള്ള അംബിഷൻ മാത്രമേ ഉള്ളൂ അവർക്ക്. കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് എനിക്ക് ഏറ്റവും ടോപ്പ് പൊസിഷൻ ആകണം, എനിക്ക് എൻ്റെ ഫീൽഡിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരണം, എനിക്ക് ഈ രാജ്യത്തിനെ നയിക്കുന്ന സങ്കല്പങ്ങൾ ഉണ്ടാക്കണം, ഐഡിയോളജീസ് ഉണ്ടാക്കണം. എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന സങ്കല്പങ്ങൾ ഈ ഇന്ത്യയെ നിയന്ത്രിക്കണം, നല്ലൊരു രീതിയിൽ നല്ലൊരു പാതയിൽ കൊണ്ടുപോകണം, ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ചെയ്തതുപോലെ. എന്നാണ് മഹത്തീർ മുഹമ്മദ് മുസ്ലിംസിനോട് പറഞ്ഞത്, നിങ്ങൾ ഈ അന്ന് പറഞ്ഞു നിങ്ങൾ ഈ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ പോയി ഐഡിയോളജീസ് ഉണ്ടാക്കൂ. നിങ്ങൾക്ക് സെൻട്രാലിറ്റി കൊണ്ട് ഇന്ന് വരെ നടന്നിട്ടുള്ള ഒരു പുതിയ ഐഡിയോളജി മഹത്തീർ പറയുന്ന ഒരു രീതിയിൽ അതിൽ നിന്നും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഐഡിയോളജി, ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഇവിടെയുള്ള 90% ആൾക്കാരുടെ സ്വപ്നങ്ങളെയും അംബിഷൻസിനെയും പ്രോസ്പെക്ട്സിനെയും എല്ലാം തകർത്ത് ഡീമോറലൈസ് ചെയ്താണ് കളയുന്നത്. മറിച്ച് ഒരു ബ്രാഹ്മൺ കുട്ടിയാണെങ്കിൽ അച്ഛൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ എനിക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകുകയും ചെയ്യുന്നു. ഒരു ചുമ്മാതൊരു സ്വപ്നമല്ല, ആകുകയും ചെയ്യുന്നു. പക്ഷെ അവരുടെ പാത അതാണ്. അപ്പൊ ഈ ടോപ്പ് ലെവൽ എല്ലാം അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് അവർക്കും നമ്മൾ അവരുടെ എതിരല്ല, ആരുടെ എതിരല്ല. അവരും സക്സസ്ഫുൾ ആയിരിക്കണം,
അവരും സമുദായങ്ങളാണ്. അവർക്കും വളരെ ഒരു ഈക്വൽ റോൾ. നമുക്ക് ഇക്വാളിറ്റിയാണ് വേണ്ടത് എല്ലാവരുമായിട്ട്. അവരെതിരല്ല, കുത്തകയ്ക്കെതിരാണ്. നമ്മളുടെ മാച്ച് കളയൽ, നമ്മുടെ ഇറേഷറിനെതിരാണ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ ഇല്ലാതാക്കരുത്. ഒരു എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു ഇന്ത്യ, അത് ഇന്ത്യ അല്ല. ജനസംഖ്യയുടെ നമ്പർ ജനബലത്തിലല്ല, അത് വോട്ടിനൊക്കെ റിലവൻ്റ് ആണ്. ആ കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. കേരളമല്ല. എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റി എന്നൊരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ കേരളമല്ല. കേരളത്തിനെ കേരളമാക്കുന്നതിൽ വലിയൊരു റോളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഈ കമ്മ്യൂണിറ്റീസിനെല്ലാം നിലനിർത്തുക, പ്രത്യേകിച്ച് ഈ തീരെ പ്രാതിനിധ്യം കിട്ടാത്ത കമ്മ്യൂണിറ്റി. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വം വളരെ പ്രാധാന്യം കൊടുത്ത് വളരെ വലിയ തോതിൽ ഒരു നേതൃത്വം എടുക്കുകയാണ് ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി. ഇതൊരു വളരെ മഹത്തായിട്ടുള്ളൊരു റോളാണ് ഈ കമ്മ്യൂണിറ്റി ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ചെയ്യുന്നത്. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഇല്ലേ, നമുക്ക് കമ്മ്യൂണിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. യെസ് സർ. ഹൈക്കോടതിയിലെ കോളേജാണ്. അത് മാറ്റം വരുത്താനായിട്ട് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് മാറ്റം വരുത്താൻ സാധ്യതപ്പെടുന്നു. അല്ല, അത് കൊളീജിയത്തിലും മാറ്റം വരുത്തിയാലും ഇപ്പം ഞാൻ ഈ അനലൈസ് ചെയ്തിട്ടുണ്ട്. കൊളീജിയത്തിന് മുമ്പ് ഉള്ള ജഡ്ജിമാരുടെ സാമൂഹിക പശ്ചാത്തലവും അത് കഴിഞ്ഞിട്ടുള്ള സാമൂഹിക ഒരു വ്യത്യാസവും കാര്യമായിട്ട് വ്യത്യാസമില്ല. അപ്പൊ ഈ മറ്റൊരു മെക്കാനിസം പോയാൽ ആ മെക്കാനിസം കൺട്രോൾ ചെയ്യുന്നത് ഈ ഓളിഗാർക്കി തന്നെയാണ്. കൊളീജിയത്തിൽ നിന്നും നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ആയി കഴിഞ്ഞാൽ അതിലുള്ള ആൾക്കാർ ഇതേ ഓളിഗാർക്കി എന്നാണ്. അപ്പൊ അവരുടെ വിചാരം മെറിറ്റ് എന്ന് വെച്ചാൽ എന്നെ പോലെ ഉള്ള ആൾക്കാർക്കേ മെറിറ്റ് ഉള്ളൂ എന്നാണ്. അത് നിങ്ങൾ നടിക്കാം, പഠിക്കാം, പക്ഷെ എന്നെ പോലെ ആകണം. ജന്മനാൽ ആകാം, കർമ്മനാൽ എന്നെ പോലെ ആകാം, അല്ലെങ്കിൽ ജന്മനാൽ എന്നെ പോലെ ആകാം. പക്ഷെ എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഒരു മുൻ ജഡ്ജ് പറഞ്ഞല്ലോ വീഡിയോയിൽ, ഇന്ത്യയെ ഭരിക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആയിരിക്കണം, രാവിലെ എണീറ്റ് കർണാട്ടിക് മ്യൂസിക് കേൾക്കണം, സാമ്പാർ കഴിക്കണം, ഇഡ്ഡലി കഴിക്കണം. ഇങ്ങനത്തെ ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കേണ്ടത്. ഇതാണ് കർമ്മണ എന്ന് പറഞ്ഞത്, എന്നെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഒരു മാറ്റം, ഇതിൽ പ്രാതിനിധ്യ ജനാധിപത്യം വേണം. കൊളീജിയം തന്നെ ആയാലും ഓക്കെയാണ്, പക്ഷെ ആ കൊളീജിയത്തിൽ പ്രാതിനിധ്യം വേണം. ഒരു എഴുത്തച്ഛൻ വേണം ആ കൊളീജിയത്തിൽ. മറ്റൊരു കൾച്ചറും മറ്റൊരു എക്സ്പീരിയൻസ്, വൈവിധ്യമുള്ള ഒരു കൊളീജിയം ആയിരിക്കണം. ഈ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ വരുമ്പോൾ ഒരു ഇന്റർവ്യൂ പോലൊക്കെ ഉണ്ട്. ഈ IAS റിസൾട്ട് വരുമ്പോൾ മെയിൻ പരീക്ഷയില് മാർക്ക് ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കിട്ടും. പക്ഷെ അത് ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ അവർ മാർക്ക് നമുക്ക് കൂട്ടി വരുമ്പോൾ അവർക്ക് കുറഞ്ഞു പോകും. അതിലെന്തെങ്കിലും കള്ളക്കളിയല്ല, ഈ പ്രാതിനിധ്യമില്ലായ്മയാണ്. ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല, IAS പരീക്ഷ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ ഇന്റർവ്യൂ ബോർഡിന്റെ മെമ്പർ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിലിരിക്കുന്ന ആൾക്കാര് മോശപ്പെട്ടവരോ കള്ളക്കളിയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല, ദുരുദ്ദേശമില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ എന്റെ സംസ്കാരമുള്ള ആൾക്കാരാണ് നല്ല ആൾക്കാർ, ഇതാണ് നല്ല സംസ്കാരം. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകാം. പക്ഷെ നമുക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് റോള് കിട്ടുന്നില്ല. അപ്പൊ പല സംസ്കാരമുള്ള രാജ്യത്ത് പല സംസ്കാരമുള്ള ആൾക്കാർ ഒന്നിച്ച് വന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കും. അത് എല്ലാവരുടെയും കൺസേൺസ് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഈ IAS എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഈ DBC ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികൾ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കൾച്ചറൽ അപ്രോച്ച്, അവരുടെ സംസാരിക്കുന്ന രീതി, അവരുടെ ബുദ്ധിയല്ല, കഴിവല്ല, കോമ്പറ്റൻസ് അല്ല, പക്ഷെ അവരുടെ ഇപ്പം എല്ലാവർക്കും ഒരു ശൈലി ഉണ്ടല്ലോ, നമ്മുടെ ഓരോ സംസ്കാരങ്ങൾ. അത് അവരുടെ ശൈലി വ്യത്യസ്തമാണ്. അപ്പൊ അവർക്ക് ഈ മറ്റേ ആൾക്കാർക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ ഇവർക്ക് എല്ലാവർക്കും വളരെ ഹൈ മാർക്ക് കൊടുക്കും എന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലാക്കാൻ നോക്കുന്നു. ഞാൻ തന്നെ ഒരു നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിലല്ല, നാഷണൽ ലോ സ്കൂളിന്റെ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ ഒരു PhD ആപ്ലിക്കന്റ്, ഒരു തമിഴ്നാട് ഒരു DBC കാൻഡിഡേറ്റ് വന്നു.
അയാൾക്ക് തമിഴിലാണ് സംസാരം, അയാൾക്ക് ഇംഗ്ലീഷ് അത്ര ഫെമിലിയർ അല്ല. അയാൾക്ക് PhD ചെയ്യണം ഈ സോഷ്യൽ ജസ്റ്റിസിനൊക്കെ കുറിച്ച്. അയാൾ സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് തമിഴ് കുറച്ച്, ഞാൻ ട്രിവാൻഡ്രത്തായതുകൊണ്ട് എനിക്ക് കുറച്ച് തമിഴ് മനസ്സിലാവും, നിങ്ങൾ തമിഴിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ വളരെ ബ്യൂട്ടിഫുള്ളി സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇയാളെ പോലത്തെ കാൻഡിഡേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഇയാൾ ഈ റിയൽ ഇഷ്യൂസ് ആണ് ഇത് ടാക്കിൾ ചെയ്യുന്നത്. പക്ഷെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ, ആ പാനലിൽ ഇല്ലെങ്കിൽ കള്ളക്കളിയില്ല. അവർക്ക് തിമിരമാണ്, അവർക്ക് കാണാൻ ഒക്കുന്നില്ല, ഈ മെറിറ്റ് കാണാൻ ഒക്കുന്നില്ല. എനിക്ക് പ്രകടമായി കാണുന്ന മെറിറ്റ് അവർക്ക് കാണുന്നില്ല. അവര് അന്ധരാണ്, അവർ കാണുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഈ പ്രാതിനിധ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ തലത്തിലും എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഈ കുത്തക അവസാനിപ്പിക്കാൻ. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ അൺഫെയർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഫേവർ ഓഫ് 3 or 4 കമ്മ്യൂണിറ്റീസ്. അതിനെ അവസാനിപ്പിക്കണം, അവരുടെ കുത്തക അവസാനിപ്പിക്കണം. അതാണ് മലയാളി മെമ്മോറിയലിലും പറഞ്ഞത്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, ഈ നമ്മൾ മുന്നോട്ട് പോയത് ഈ ആന്റി കാസ്റ്റ് മൂവ്മെന്റിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഈ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഈ കുത്തകയ്ക്കെതിരെയുള്ള മൂവ്മെന്റ് ആണ് ഈ ആന്റി കാസ്റ്റ് മൂവ്മെന്റ്. അതിനെ അതിന്റെ ഏറ്റവും പീക്ക് 1936 അംബേദ്കർ പറഞ്ഞു അനൈഹിലേറ്റ് കാസ്റ്റ്. പക്ഷേ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് അനൈഹിലേറ്റ് ചെയ്ത കാസ്റ്റിനെയല്ല, ആന്റി കാസ്റ്റ് മൂവ്മെന്റിനെ അനൈഹിലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അതിനെ റിവൈവ് ചെയ്താലേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. പക്ഷെ ഇന്ന് ആന്റി കാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പോലും പറയും എന്താണ് ആന്റി കാസ്റ്റ് മൂവ്മെന്റ്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോ ആ ആന്റി കാസ്റ്റ് മൂവ്മെന്റിന് ഒരു പുതിയ പേര് കൊടുക്കണം. ആ പേരാണ് എ സ്ട്രഗിൾ ഫോർ ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ സിറ്റിസൺഷിപ്പ്. ആൻഡ് അതുകൊണ്ട് therefore ഈക്വൽ റെപ്രസെന്റേഷൻ. അതെ, ഈക്വൽ ഹ്യൂമാനിറ്റി, ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഈക്വൽ റെപ്രസെന്റേഷൻ. ഇതാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആന്റി കാസ്റ്റ് മൂവ്മെന്റിനെ അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഫോർ എല്ലാ മനുഷ്യരെ റെക്കഗ്നൈസ് ചെയ്യണം, മനുഷ്യരാണ്, സിറ്റിസൺ ആണ്, ഒരു സുപ്പീരിയോറിറ്റിയും പാടില്ല. ഈ കുത്തകയുടെ അടിത്തറായ ചാതുർവർണ്ണ പറയുന്നത് എന്താണ്? സുപ്പീരിയർ ഹ്യൂമാനിറ്റി, സുപ്പീരിയർ സിറ്റിസൺഷിപ്പിന്റെ സിസ്റ്റമാണ് ചാതുർവർണ്ണ. ഭരണഘടന എന്താണ് പറയുന്നത്? ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ സിറ്റിസൺഷിപ്പ് ആണ്. ഇത് തമ്മിലുള്ള ഫൈറ്റ് ആണ് നടക്കുന്നത്. ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ഈ സുപ്പീരിയർ ഹ്യൂമാനിറ്റി ആൻഡ് സുപ്പീരിയർ സിറ്റിസൺഷിപ്പിന് എതിരെയുള്ള ഫൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് വേടൻ എന്ന് പറയുന്നത് ജാതീയമായ വേർതിരിവുണ്ടാക്കാൻ ജാതി പറഞ്ഞ് ആളുകളെ കൂട്ടുന്നു എന്നൊരു പരാതിയുണ്ട്. അപ്പൊ അതിന് മറുപുറത്ത് പറയുന്നത് ഈ ജാതി പറഞ്ഞ ആളുകളെ കൂട്ടുന്ന ഒരു സാമ്പത്തികമായ നേട്ടത്തിനാണെന്ന് പറഞ്ഞുകൊണ്ടൊരു മൂവ്മെന്റ് അയാൾക്കെതിരെ വരുന്നത്. അപ്പൊ അതില് സാറിന്റെ ഒരു അഭിപ്രായം? അതെ, അതിലാണ് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, പ്രൊഫസർ വിജയകുമാറും എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ജാതി എന്ന് വെച്ചാൽ ഗുരു പറയുന്നത് അത് ജന്മരീതി എന്നാണ്. അപ്പൊ നമ്മൾ ജാതികളല്ല, നമ്മൾ സമുദായങ്ങളാണ്. 4 ജാതിയേ ഉള്ളൂ: ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. എന്തുകൊണ്ട്? 4 ജന്മരീതികൾ ഉണ്ടെന്ന് ഋഗ്വേദത്തിൽ പറയുന്നു. തലയിൽ നിന്നും, തോളിൽ നിന്നും, തുടയിൽ നിന്നും, കാലിൽ നിന്നും വ്യത്യസ്ത ജന്മരീതികൾ ഉള്ളതാണ് ജാതി. 4 വ്യത്യസ്ത ജന്മരീതികളേ ഉള്ളൂ. ബാക്കി നമ്മളാരും മനുഷ്യരല്ല, നമുക്ക് ജന്മരീതി ഇല്ല. ഋഗ്വേദത്തിന്റെ കണ്ണിൽ മനുഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടത്, വേദൻ അറ്റാക്ക് ചെയ്യുന്നത് ജാതികളെയാണ്, ജാതി സമ്പ്രദായമാണ്. എന്താണ് ജാതി സമ്പ്രദായം? മനുഷ്യർക്ക് ഒരു ജന്മരീതി ഇല്ല, മനുഷ്യർക്ക് പല ജന്മരീതികളുണ്ട്, നമ്മൾ പല സ്പീഷീസ് ആണ് എന്നുള്ളൊരു വാദമാണ്. സുപ്പീരിയർ ഹ്യൂമാനിറ്റി, ഇൻഫീരിയർ ഹ്യൂമാനിറ്റി, ആ വാദത്തിനെയാണ് ഇയാൾ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലാതെ സമുദായങ്ങളെയല്ല അറ്റാക്ക് ചെയ്യുന്നത്. അതില്ലാതായാൽ സമുദായങ്ങൾ തമ്മിൽ ശ്രേണീകരണം ഉണ്ടാവില്ല. സമുദായങ്ങൾക്ക് ശ്രേണീകരണമില്ല. ഈ ജാതികളിൽ നിന്നാണ്, ഈ ജാതി വ്യവസ്ഥയിൽ നിന്നാണ് ശ്രേണീകരണം വരുന്നത്. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പിന്നെ ഇതിന്റെ പുറത്തുള്ള ആൾക്കാർ, മനുഷ്യർ പോലും അല്ലാത്ത ആൾക്കാർ. ആ ശ്രേണീകരണത്തിനെതിരെയാണ് വേടൻ ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അതിനെ ഇല്ലാതാക്കണം. അതാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ ജാതികളല്ല, നമ്മൾ സമുദായങ്ങളാണ്. അതുകൊണ്ടാണ് സഹോദരൻ പറഞ്ഞു ജാതി വേണ്ട മനുഷ്യന്, ഗുരു പറഞ്ഞു ഒരു ജാതി മനുഷ്യൻ. എന്താണ് വ്യത്യാസം? ജാതിയുടെ അർത്ഥം ജന്മരീതിയാണ്. ഒരു ജാതി എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ ജന്മരീതിയിൽ കൂടെ ജനിക്കുന്നവരാണ്, ഒരു സ്പീഷീസ് ആണെന്നാണ് ഗുരു പറഞ്ഞത്. നമ്മൾ ഒരു സ്പീഷീസ് ആണ്, അല്ലാതെ ഒരു യോനി, ഒരു ആകാരം, ഒരു യോനിയിൽ നിന്നും ഒരു ആകാരത്തിൽ. അത് എല്ലാ മനുഷ്യരും. അല്ലാതെ ചില മനുഷ്യര് സ്ത്രീയിൽ നിന്നും, ചില മനുഷ്യർ അച്ഛൻ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞല്ലല്ലോ ഉണ്ടാകുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ജാതി നമുക്ക് പറയാമായിരുന്നു അല്ലേ? അപ്പോ ഈ ഒരു ജാതി എന്ന് വെച്ചാൽ ഒരു ജന്മരീതി. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ജാതി ഭേദം പാടില്ല, മതദ്വേഷം പാടില്ല. ജാതി ഭേദം ഇല്ല എന്ന് വെച്ചാൽ ഒരു ജന്മരീതിയേ ഉള്ളൂ. പിന്നെ എന്താണ് സമുദായങ്ങളിലെ ഇവരെന്ത് ചെയ്തു? വർണ്ണം എന്ന് വെച്ചാൽ ജാതി അല്ല, സമുദായം ജാതിയാണ്. നമ്മൾ ഔട്ട് കാസ്റ്റുകളായിരുന്നു, ഔട്ട് ഓഫ് കാസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം കാസ്റ്റുകളായി. എങ്ങനെയായി? ഈ കാസ്റ്റ്, ജാതി, വർണ്ണമായിരുന്നു കാസ്റ്റ്. ആ സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് കാസ്റ്റ് ആണ്, നമുക്ക് കാസ്റ്റ് ഇല്ല. കാസ്റ്റ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ 4 ഇനങ്ങളിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് കാസ്റ്റ് ഹിന്ദു. നമ്മൾ കാസ്റ്റ് ഹിന്ദുസ് അല്ല. പക്ഷെ സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ കാസ്റ്റുകളായി. അവര് കാസ്റ്റ്ലെസ് ഹിന്ദുസ് ആയി, അവര് വർണ്ണാസ് ആണ്. എന്തൊരു മാറ്റമാണ്! ഈ ജാതി എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ പവർഫുൾ ആയിരുന്നു. പവർ ജാതികളുടെ കയ്യിലായിരുന്നപ്പോൾ നമുക്ക് ജാതിയില്ല. ഇപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ജാതി ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആയപ്പോൾ ആ തൊപ്പി നമ്മുടെ തലയിൽ വെച്ചു. നിങ്ങളൊക്കെ ജാതികളാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ജാതികളല്ല, നമ്മൾ ഔട്ട് കാസ്റ്റ് ആണ്, ഔട്ട് ഓഫ് കാസ്റ്റ് ആണ്. നമ്മൾ സമുദായങ്ങളാണ്. സമുദായം എന്ന് പറഞ്ഞാൽ ശ്രേണീകരണമില്ല, എല്ലാ സമുദായങ്ങളും റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ നമ്മൾ ഒരു സമുദായത്തിനെതിരല്ല. പക്ഷെ മനുഷ്യ സമുദായങ്ങളെ ശ്രേണീകരിക്കുന്ന സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം. മനുഷ്യ സമുദായങ്ങൾ എടുത്ത് 5 കാറ്റഗറി, 1, 2, 3, 4 ആൻഡ് നോട്ട് ആർ നൺ ഓഫ് ദി അബവ്, 5 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ആ ഓരോ കാറ്റഗറിക്കും ഒരു സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ അധികാരങ്ങളും പ്രിവിലേജും കൊടുക്കുന്നു. അതാണ് ആ കാറ്റഗറൈസേഷൻ സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം. അതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അതിനെ റിലീജിയസ്ലി ജസ്റ്റിഫൈ ചെയ്യുന്നു. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ബിക്കോസ് വൈ? ഫ്രം എ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ. ബിക്കോസ് ആ കാറ്റഗറി അനുസരിച്ചാണ് നമുക്ക് പ്രിവിലേജ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ചില നമ്പൂതിരി സുഹൃത്തുക്കളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ശ്രുതിയിലും ഈ ഋഗ്വേദത്തിൽ ഇത് പറയുന്നു 4 കാറ്റഗറി ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഈ കാറ്റഗറിയിൽ സമുദായങ്ങൾ ആണ് പെടുന്നതെന്നും ഏത് സമുദായങ്ങളാണ് പെടുന്നതെന്നും ശ്രുതിയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ നമ്പൂതിരി സമുദായത്തിനെ അല്ലെങ്കിൽ അയ്യങ്കാർ സമുദായത്തിനെ ഈ കാറ്റഗറി 1ൽ ആരാണ് കാറ്റഗറൈസ് ചെയ്തത്? ശ്രുതിയിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു വാക്കേ ഇല്ലല്ലോ ശ്രുതിയിൽ. നമ്പൂതിരി, അയ്യർ, അയ്യങ്കാർ, ദ്വിവേദി, ത്രിവേദി ഒന്നുമില്ലല്ലോ. അവര് ബ്രാഹ്മിൻസ് ആണെന്നും പുലയ കമ്മ്യൂണിറ്റി കാറ്റഗറി 5ലാണെന്നും ആരാണ്, എവിടെ, എന്ത് ബേസിസിലാണ് അവർ പറയുന്നത്? അവർ സ്വയം പറയുകയാണ്. ഇപ്പൊ IAS, IPS, IRS ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ IAS ആണ്, വേറൊരാൾ IPS ആണ് എന്ന് ഞാൻ തന്നെ പ്രഖ്യാപിച്ചാൽ വല്ല വാല്യൂ ഉണ്ടോ അതിൽ? അപ്പൊ ഈ കാറ്റഗറൈസേഷൻ വരുന്നു. പിന്നെ ആ കാറ്റഗറിയിലേക്ക് ഓരോ കമ്മ്യൂണിറ്റിയെ ചേർക്കുന്നു. ആ ചേർക്കൽ പ്യൂർലി പൊളിറ്റിക്കലാണ്. ഈ ക്രിയേഷൻ ഓഫ് 4 കാറ്റഗറീസും പ്യൂർലി പൊളിറ്റിക്കലാണ്. ഈ അൺഈക്വൽ സിറ്റിസൺഷിപ്പും അൺഈക്വൽ റൈറ്റ്സും ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നമ്മൾ ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ സിറ്റിസൺ, ആന്റികാസ്റ്റ് മൂവ്മെന്റ് ഇതിനെയാണ് എതിർക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്യരുത്. കാറ്റഗറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മെത്തഡോളജി ഇല്ല. എങ്ങനെ ഒരു നമ്പൂതിരി ബ്രാഹ്മണനായി, എന്ത് ബേസിസിലായി? നമ്പൂതിരി സ്വയം പറയുന്നു. ഞാനൊരു വളരെ സ്കോളർലി ആയിട്ടുള്ള ഒരു നമ്പൂതിരി സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞത്? എന്റെ അച്ഛൻ എഴുതിയെന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ്. വല്ല ശ്രുതിയിലുണ്ട്? ഇല്ല, ഒരു ശ്രുതിയില്ല. സ്വയം പ്രഖ്യാപിത ബ്രാഹ്മിൻസാണ്. അപ്പൊ ഈ കാറ്റഗറി വ്യാജമാണ്. ഈ ഗ്രൂപ്പ്സിനെ കാറ്റഗറിയിലാക്കുന്നതും വ്യാജമാണ്. ഇത് മുഴുവനും വ്യാജമാണ്. ഇതിന്റെ റിസൾട്ട് എന്താണ്? നമുക്ക് പഠിക്കാൻ ഒക്കില്ല, നമുക്ക് ജോലി കിട്ടൂല, നമുക്ക് ബുദ്ധിയില്ല എന്നുള്ള ഒരു അസംഷൻ നമ്മളെ മാർജിനലൈസ് ചെയ്തിരിക്കുകയാണ് ഈ വ്യാജമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉപയോഗിച്ച്. ഇത് റിലിജന്റെ എതിരെയല്ല, ഇത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ എതിരെയാണ്. ഞാൻ പറയുന്നത് അമ്പലത്തിൽ പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷെ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഇല്ലാതാക്കണം. ഈ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്, എ സിസ്റ്റം ഓഫ് റൂൾ ആണ്. ബൈ കാറ്റഗറൈസിങ് പീപ്പിൾ ഇൻ ടു സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ടു 4 കാറ്റഗറീസ്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. അതിനെ ഒപ്പോസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത്. ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ്സ്. ഇതിന് രണ്ടിനും ഒരു പൊരുത്തമില്ല, മ്യൂച്വലി
ഇൻകൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് വലിയൊരു മഹാഭാരതം നടക്കുന്നത് ബിറ്റ്വീൻ വർണ്ണ വ്യവസ്ഥ ആൻഡ് ഭരണ വ്യവസ്ഥ. വർണ്ണഘടന ആൻഡ് ഭരണഘടന തമ്മിൽ വലിയ മഹാഭാരതം നടക്കുകയാണ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ അക്നോളജ് ചെയ്യണം, നമ്മുടെ ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ സിറ്റിസൺഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ച് നമ്മൾ മുന്നോട്ട് പോവാണ്. ഓൾ ബെസ്റ്റ് വിഷസ്.